തോപ്രാംകുടി സെൻറ് മരിയാപുരത്തി ഇടവകയിൽപ്പെട്ട അമ്പഴത്തനാൽ ബോബിയുടെയും വിൻസിയുടെയും മൂത്ത മകൻ 17 വയസ്സുകാരി തൻ്റെ ജീവിതത്തിലെ രക്താർബുദം ബാധിച്ച് ഏറെ വേദനകളിലൂടെ കടന്നുപോയപ്പോൾ ഈശോയോട് ഏറെ അടുക്കുകയും ദിവ്യകാരണ സ്നേഹത്താൽ ജ്വലിച്ച് അവളുടെ ജീവിതത്തിലെ സഹനങ്ങളെ ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് വയ്ക്കുകയും ആ ജീവിതം ഈശോയ്ക്ക് സമർപ്പിക്കുകയും ചെയ്ത ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കൊപ്പമാണ് ഇപ്പോൾ ഷെക്കന ന്യൂസ് ഉള്ളത്. ലോകം ഏറെ ഭ്രമിപ്പിക്കുന്ന ഒരു കൗമാരപ്രായത്തിൽ വലിയ സ്വപ്നങ്ങളൊക്കെയുള്ള പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളുള്ളൊരു പ്രായമാണ് 10ാം ക്ലാസ്സൊക്കെ. ആ പ്രായത്തിൽ രോഗാവസ്ഥയിലാവുകയും ആ രോഗത്തിലുണ്ടായ വേദനകളെയൊക്കെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി സഹിക്കുകയും ആ സഹനങ്ങളെ ഈശോയെ സമർപ്പിക്കുകയും ചെയ്ത ഒരു മകളുടെ മാതാപിതാക്കന്മാരാണ് നിങ്ങൾ. ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, നിങ്ങളുടെ മകളുടെ ഈശോയോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, അവളുടെ അവസാന കാലഘട്ടങ്ങളിൽ ദിവ്യകാരുണ്യത്തോടുള്ള അവളുടെ അമിതമായ ആഗ്രഹവും സ്നേഹവും ഓർക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതായത് അവൾ രോഗമാണ് രണ്ടാമത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങൾ RCC ചെന്നു. ഡോക്ടർ ഞങ്ങളോട് ഇങ്ങനെ ഇനിയിപ്പം ചികിത്സിക്കാൻ പറ്റത്തില്ല, കാരണം രോഗം രണ്ടാമത് വന്നതല്ലേ, ഇനിയിപ്പം വേറെ നമുക്കൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങളിത് കേട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും വല്ലാതെ വിഷമിച്ച് മോളെയും കൊണ്ട് ഞങ്ങൾ റൂമിൽ ചെന്നു. വൈകിട്ട് ഞങ്ങളിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട സമയത്ത് ഞങ്ങളെല്ലാവരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ, അതായത് ഈ ക്യാൻസർ ബാധിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആർക്കും പറയാൻ പറ്റാത്ത പോലെ അവൾ അത്ര സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് എന്നോട് ചോദിക്കുക, എന്നാലും 1.5 വർഷം ചികിത്സിച്ചിട്ട് നാണം ഉണ്ടോ മമ്മിയെ, ഡോക്ടർക്ക് രോഗം മാറുകയല്ലോ മോളെ എന്ന് പറയാമെന്ന്. അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ അവൾ കരയുവോ അയ്യോ എനിക്ക് ഇനി അസുഖം വന്നോ ഇനി ഞാൻ എന്നാ ചെയ്യുമെന്ന് ഓർത്ത് അങ്ങനെ സങ്കടപ്പെടുന്നൊന്നും ഞങ്ങൾ കണ്ടില്ല. അത് അവൾക്കുണ്ടായ ആ ഒരു ധൈര്യം ഞങ്ങൾ അന്നേരം തന്നെ മനസ്സിലാക്കി. പിന്നെ ഒരു 8-10 ദിവസം വീട്ടിൽ നിന്ന് അന്നേരത്തേക്ക് അവൾക്ക് പനി തുടങ്ങി, കലശലായ പനിയായിരുന്നു. പനിയാണെന്ന് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് മുരിക്കാശ്ശേരി സെൻറ്റ് അൽഫോൻസ ഹോസ്പിറ്റൽ മുരിക്കാശ്ശേരിയിൽ അങ്ങോട്ട് പോയത്. അൽഫോൻസ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ ജനിച്ച ഹോസ്പിറ്റൽ തന്നെയാണ്. അവിടെ തന്നെ പോയി. അവിടെ ഡോക്ടർ മാത്യൂസ് നല്ലൊരു ഡോക്ടറായിരുന്നു. ആദ്യം തന്നെ ഇവിടെ രോഗം കണ്ടുപിടിച്ചത് ഡോക്ടർ തന്നെയായിരുന്നു. അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു. പിന്നെ ഡോക്ടർ പറഞ്ഞു ഈ പനി ഇങ്ങനെ തീർത്ത് മാറുന്നൊരു പനിയല്ല, ഇതൊരു ഈ പനി ഇങ്ങനെ രോഗത്തിൻ്റെ ഒരു പനിയാണ്, അതുകൊണ്ട് നമ്മൾ എന്നാ പറയുന്നത് ഇവിടെ തന്നെ അഡ്മിറ്റ് ചെയ്തേക്കാൻ പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റ് ചെയ്ത് അവൾ പിന്നെ അവിടെ തന്നെ ഞങ്ങൾ പറഞ്ഞു അതിന് പാലിയേറ്റീവിലോട്ടൊന്നും മാറ്റണ്ട, മോളവിടെ തന്നെ കിടന്നോട്ടെന്ന് പറഞ്ഞ് അവിടെ ഞങ്ങൾ റൂമിൽ തന്നെ കിടത്തി. അവൾ 45 ദിവസം അൽഫോൻസ ഹോസ്പിറ്റലായിരുന്നു. അപ്പം ഞങ്ങൾ അവിടുന്ന് RCC വന്നപ്പോൾ തൊട്ട് എൻ്റെ മോനെ അടുത്ത അച്ഛൻ്റെ കൂടെ സഹായിക്കാനായിട്ട് പള്ളിക്കൊക്കെ പോകുമായിരുന്നു. അന്നേരം നമ്മുടെ ബഹുമാനപ്പെട്ട എബിൻ ആലങ്കത്താഴി എന്ന് പറഞ്ഞ അച്ഛനായിരുന്നു ഞങ്ങളുടെ അസിസ്റ്റൻ്റ് വികാരി. അച്ഛനോട് പറഞ്ഞു ഇങ്ങനെ ചേച്ചി സുഖമില്ലാതിരിക്കുക, ട്രീറ്റ്മെൻറ്റിന് പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവളുടെ ജീവിതത്തിൽ ഏറ്റവും അടുത്ത ഒരു ആത്മീയ ബന്ധം ഈ എബിനച്ഛനുമായിട്ടായിരുന്നു. അതെ 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 അവസാന കാലഘട്ടത്തിൽ അച്ഛനിൽ നിന്ന് കുർബാന സ്വീകരിക്കുകയും അച്ഛൻ വഴിയുള്ള വചനങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്തതോടുകൂടി ഇവിടെ വിശ്വാസത്തിൽ ഏറെ ആഴപ്പെടുകയായിരുന്നു. അങ്ങനെ അച്ഛൻ അവളെ കാണാൻ വേണ്ടി വരുന്നു. വന്ന് അച്ഛൻ അവളോട് സംസാരിച്ചു, പ്രാർത്ഥിച്ചു. പോകാൻ നേരത്ത് കൊന്തയും ബുക്കും ഒക്കെ കൊടുത്തു. അതൊക്കെ സ്വീകരിച്ച് അവൾ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് പോയിട്ട് അവൾക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു. ഞങ്ങൾ ആശുപത്രിയിലേക്ക് അന്നേരം തന്നെ പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തൊട്ട് അച്ഛൻ ഞങ്ങൾക്ക് കൊച്ചിന് വിശുദ്ധ കുർബാന കൊടുക്കാൻ വേണ്ടി വരുമായിരുന്നു. വിശുദ്ധ കുർബാന കൊടുത്തിട്ട് അവൾ ഞങ്ങൾ പുറത്തിറങ്ങി പോകും. അച്ഛനും അവളും കൂടെ കുറച്ച് സമയം സംസാരിക്കും. അമ്മ ഫോൺ വിളിക്കുകയാണ്, അനുമോൾക്ക് ഭയങ്കര വേദനയാണ്, അവൾക്ക് അച്ഛനോടൊന്ന് സംസാരിക്കണമെന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ആദ്യമേ അവളോട് ചോദിച്ചു, അനുമോളെ നിനക്കിപ്പോൾ ഭയങ്കര സങ്കടവും വിഷമമൊക്കെ ആണോ, നീ ഇത്രയും കാലമൊക്കെ പ്രാർത്ഥിച്ചു, നിൻ്റെ വീട്ടുകാർ പ്രാർത്ഥിച്ചു, എല്ലാം സുഖപ്പെട്ടെന്നൊക്കെ ഓർന്നിരുന്നപ്പോൾ പെട്ടെന്ന് രോഗം നിന്നെ കീഴ്പ്പെടുത്തി. അപ്പോൾ ഈശോ നിന്നെ ഉപേക്ഷിച്ചതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ, നിനക്ക് ഈശോയോട് വെറുപ്പാണോ ദേഷ്യമാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവളെ ഒരു ചെറുപുഞ്ചിരിയോടെ എന്നോട് പറയുകയാണ്, വെച്ചാൽ ഞാൻ രോഗിയാണെന്ന് പറയുന്നത് നിങ്ങളെല്ലാവരുമാണ്, ഞാൻ രോഗിയല്ല, ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുകയെന്ന് പറഞ്ഞു, എൻ്റെ ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് നിൽക്കുകയെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് ഈ ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ എന്നോട് എന്നെ ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ഞാൻ ഈ ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു രോഗം വരുന്ന ഒരാൾ നിരാശയായി പോയി ആ അവസ്ഥയിലായിരിക്കും സംസാരിക്കുന്നതെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇവൾ നേരെ തിരിച്ചാണ് പറയുന്നത്, ഈശോയെ സ്നേഹിക്കുകയാണ്, ഈശോയെ കണ്ടുമുട്ടുന്ന, ഈശോയ്ക്ക് വേണ്ടി എടുക്കുന്ന സഹനമാണെന്ന് ഇവൾ പറയുകയാണ്. അപ്പോൾ ഞാനപ്പോൾ ചോദിച്ചാൽ എന്താ പിന്നെ നിനക്ക് പറയാനുള്ളത്? അപ്പോൾ ഇവൾ പറഞ്ഞു, അച്ഛാ ഇന്ന് മുതൽ ഞാൻ മരിക്കുന്നോളം വരെ എനിക്ക് വിശുദ്ധ കുർബാന അച്ഛൻ തരുമോ എന്ന് ചോദിച്ചു. ഞാൻ തരാമെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഈ കൊച്ച് മരിക്കുന്ന ദിവസം വരെ 40 ദിവസം അവൾ ആശുപത്രിയിലായിരുന്നപ്പോൾ ആശുപത്രിയിൽ, വീട്ടിലായിരുന്നപ്പോൾ വീട്ടിൽ, അവിടെ ചെന്നവൾക്ക് വിശുദ്ധ കുർബാന ഞാൻ നൽകുന്നുണ്ടായിരുന്നു. വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ ഈ കുഞ്ഞിന് ഒത്തിരിയേറെ ദിവ്യകാരുണ്യ അനുഭവങ്ങളാണ്
അതാണ് ഇവളിൽ പ്രധാനപ്പെട്ടതായിട്ട് അറിയാൻ പറ്റുന്ന കാര്യം. എന്ന് വെച്ചാൽ ഒരു പരിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂറടുത്ത് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ടായിരുന്നു. പിന്നെ ഈ ഇവളുടെ ദിവ്യകാരുണ്യ അനുഭവങ്ങളിലോട്ട് പോകുമ്പം ഇവൾക്ക് പലപ്പോഴും മാതാവിനോടുള്ളൊരു നല്ല ബന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈശോയോടൊരു വ്യക്തിപരമായ സംസാരിക്കാൻ ഇവൾക്ക് സാധിച്ചു എന്നുള്ള ഒരു കാര്യമാണ്. ദിവ്യകാരുണ്യത്തോടൊത്ത് എങ്ങനെ ജീവിക്കാം, ദിവ്യകാരുണ്യത്തിൽ എങ്ങനെ ഒന്നായി തീരാമെന്നുള്ളൊരു സാക്ഷ്യമായിരുന്നു അനുമോളുടെ ജീവിതം എന്നുള്ളത്. അന്നു മുതൽ ഞാൻ ഇവളോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഇവൾക്ക് ഓരോ ദിവസവും ഈശോയുമായി കണ്ടുമുട്ടിയ ഈശോയും ഇവളും സംസാരിച്ച ചില അനുഭവങ്ങളുണ്ട്, അല്ലെ മാതാവിനെ കണ്ടുമുട്ടിയ ചില അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഞാനിവൾക്ക് ആദ്യമായി ഇങ്ങനെ ഒരു ആശ്വസിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഇവൾക്ക് ഞാൻ പ്രാർത്ഥിക്കും, നിനക്ക് വേദന വരുമ്പോൾ മുറുകെ പിടിക്കാനെന്ന് പറഞ്ഞൊരു കുരിശുരൂപം നൽകി. അതുപോലെ ഒരു മാതാവിനോട് ഇവൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവൾക്ക് ഒരു ബന്ധിങ്ങവും ഒരു ജപമാലയും നൽകി. ഇവൾ കരങ്ങളിൽ പിടിച്ച് അത് കഴുത്തിൽ ധരിച്ചോ, വേദന വരുമ്പോൾ ഈ കുരിശെ നീ മുറുകെ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ദിവസവും സംസാരിച്ചു. മാർച്ച് 29-ന് ഹോസ്പിറ്റലായി. മാർച്ച് 31-ാം തീയതി അനുമോള് രാവിലെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാപ്പി കൂടിയൊക്കെ രാവിലത്തെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക, മമ്മി ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പം മമ്മിക്ക് എന്തെങ്കിലും തോന്നിയോ? ഞാൻ സ്വീകരിച്ച കുർബാനയുടെ നിറം എന്നായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാധാരണ തിരുവോസ്തിയുടെ നിറമല്ലേ മോനെ, ഒരു ക്രീം കലർന്ന ഒരു വെള്ള കളറാണല്ലോ വിശുദ്ധ കുർബാനയ്ക്ക്, ആ കളറാണ് മമ്മി കണ്ടേന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് ഭയങ്കര ഒരു വികാരാധീനമായിട്ട് അവളുടെ മുഖമെല്ലാം വല്ലാതെയായി. അവളൊരു ചെറിയ ടെൻഷൻ പോലെയോ എന്തൊക്കെ ഒരു ഭയങ്കര ആകാംക്ഷയോടെ അവളെന്നോട് പറഞ്ഞു, മമ്മി എന്നാൽ ഞാൻ കണ്ടത് അങ്ങനെയല്ല, ഞാൻ കണ്ട വിശുദ്ധ കുർബാനയ്ക്കൊരു മെറൂൺ കളറായിരുന്നു. അതുപോലെ തന്നെ എനിക്കത് നാവിൽ വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഒരു 5 മിനിറ്റ് കൊണ്ടാണ് വിശുദ്ധ കുർബാന കഴിച്ച് ഇറക്കിയതെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾ എബിനച്ഛനെ വിളിച്ച് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ അച്ഛൻ രാവിലെ വിശുദ്ധ കുർബാന കൊടുത്ത് കഴിഞ്ഞപ്പോൾ അനുമോൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായി, അവിടെ ഞങ്ങളോട് പറഞ്ഞെന്ന് പറഞ്ഞു. അന്നേരം അച്ഛൻ പറഞ്ഞ അനുമോൾക്ക് വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് എന്തെങ്കിലും ദിവ്യകാരുണ്യാനുഭവം ഉണ്ടായോ എന്ന് ചോദിക്കണം എന്ന് ഓർത്ത ദിവസമായിരുന്നു. പിറ്റേ ദിവസം വരുമ്പോൾ ചോദിക്കണം എന്ന് ഓർത്തായിരുന്നു. പക്ഷേ അതിനു മുമ്പേ അമ്മ എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് മുതൽ അവൾ കൂടുതൽ സന്തോഷവതിയാകുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത്. അവൾ ഭയങ്കര കളിയും ചിരിയും തമാശകളും. ഈ പിള്ളേർ രണ്ടുപേരും ഇളയത്തുങ്ങൾ രണ്ടുപേരും പകലും അവിടെ വരും. അന്നേരം മോനെ SSLC പരീക്ഷയുടെ സമയം, അവൻ എക്സാമിന് പോയിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ വരും. ഇളയ ആളെയും കൊണ്ടുവരും. ഇവർ 3 പേരും കൂടെ അവിടെ ആശുപത്രി വന്ന് ഭയങ്കര സാറ്റ് കളിക്കുന്നു. അങ്ങനെയൊക്കെ അവൾ ഈ ഒരു സംഭവത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നേ ഇല്ല. പക്ഷെ ഞങ്ങൾ മാതാപിതാക്കൾക്കുള്ള ടെൻഷനൊന്നും അവൾ അറിഞ്ഞുമില്ല. അവൾക്ക് അതൊരു ടെൻഷനേ അല്ലായിരുന്നു. അവളുടെ രോഗം അവൾക്കൊരു ബുദ്ധിമുട്ടല്ലായിരുന്നു. അവൾ അങ്ങ് സഹിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ശക്തമായ വേദന വരുമായിരുന്നു. ആ വേദന വരുമ്പം വേദന സഹിക്കാൻ വയ്യാതെ കരയും. അത് കഴിഞ്ഞിട്ട് ആ വേദന കുറഞ്ഞു കഴിയുമ്പം പിന്നെ അവൾ സന്തോഷവതിയായിട്ട് തന്നെ അങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. അടുത്ത് വരുന്ന പലർക്കും ആശ്വാസവാക്കുകൾ കൊടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്, രോഗക്കിടക്കയിൽ കിടന്ന്. പ്രത്യേകിച്ച് ഇവരുടെ കുടുംബത്തിലുള്ള പല വ്യക്തികളുടെ ജീവിതത്തിലാണ് ഇവളുടെ ദിവ്യകാരുണ്യ അനുഭവം മാറ്റം ഉണ്ടാക്കിയത്. ഒന്ന്, ഇവളുടെ അപ്പൻ ഒരു വലിയ ആത്മീയതയിലുള്ള വ്യക്തി അല്ലായിരുന്നു, സാധാരണ വിശ്വാസി. പക്ഷേ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്ന് ദിവ്യകാരുണ്യം ഒഴിച്ചുള്ളൊരു ജീവിതം ആ പുള്ളിക്ക് സാധിക്കില്ല. പള്ളിയിൽ നിൽക്കുമ്പോഴും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന സമയങ്ങളൊക്കെ ഒരു പ്രത്യേക അനുഭൂതിയിൽ ആ വ്യക്തിക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ വിശുദ്ധ കുർബാനയാണ് ദൈവം തരുന്ന ഏറ്റവും വലിയ അത്ഭുതം, ദൈവം പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ അടയാളവും കാരുണ്യവും പരിശുദ്ധ കുർബാന എന്ന തിരിച്ചറിവുണ്ട്. കുടുംബത്തിൽ തന്നെ സാക്ഷ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരുടെയും ചിന്ത നമ്മുടെ കടബാധ്യത മാറ്റി രോഗം മാറ്റുമ്പോഴാണ് ദൈവം ഇടപെടുന്നതെന്നാണ്. പക്ഷേ എൻ്റെ പ്രതിസന്ധിയിൽ ദൈവത്തോടു കൂടെ യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഈ അനുമോൾ ഈ കുടുംബത്തെ പഠിപ്പിച്ചെന്നുള്ളതാണ്. പലപ്പോഴും ദൈവത്തിൻ്റെ ഇടപെടൽ ഈ രോഗശാന്തിയാണെന്നൊരു കാരണം. അപ്പം അച്ഛൻ പോലും ആദ്യം പോയപ്പോൾ അങ്ങനെയായിരുന്നു നമ്മൾ ചിന്തിച്ചത്. അതിനപ്പുറത്തേക്കുള്ളൊരു ബോധ്യത്തിലേക്ക് അതിനപ്പുറത്തേക്കുള്ളൊരു ബോധ്യത്തിലോട്ട് കടന്നു വരാൻ സാധിച്ചു. ഈ അവസാന കാലഘട്ടമായപ്പോൾ ഇവൾക്ക് അത്രയും വലിയൊരു നിത്യതയെക്കുറിച്ചുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു. ഈശോയോടൊത്തുള്ള ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യം ഇവൾക്കുണ്ടായി. അത് ഈ കുടുംബത്തിൽ അവർക്ക് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവൾ ഈ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഇങ്ങനെ ഈശോയുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് പരാതികളില്ല. അച്ഛാ ഇന്നലെ വേദന ഉണ്ടായിരുന്നു, പക്ഷേ ഈശോ എന്നോട് കൂടെ വന്നായിരുന്നു, ഞാൻ ഈശോയുടെ കുരിശെ പിടിച്ച് മുറുകെ പിടിച്ചു, ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് എടുത്തു. അങ്ങനെയാണ് അവൾക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ പോകുമ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ ഇവൾക്ക് അന്നത്തെ ക്ഷീണങ്ങൾ മൊത്തം മാറുവാണ്. അവൾ ഇച്ചിരി കൂടെ ആരോഗ്യവതിയായിട്ട് കാണപ്പെടുകയാണ്. അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ വിശുദ്ധ കുർബാനയൊക്കെ കൊടുത്ത് ഞാനിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇവിടെ ചികിത്സിക്കുന്ന മാത്യു ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ സംസാരിച്ച് വന്ന വഴിക്ക് പറഞ്ഞു, അച്ഛൻ ഈ കൊച്ചി ഇങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് നോക്കരുത്, കൊച്ചെപ്പോൾ വേണമെങ്കിലും മരിച്ചു പോകാം, എനിക്ക് അവളോട് പറയാൻ വിഷമമാണ്, അച്ഛൻ അവൾക്കൊരു രോഗീലേപനം കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരുന്നു, കൊടുക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ചെന്നപ്പോൾ അത് വലിയാഴ്ചയായി, പെസഹയുടെ സമയമാണ്. അപ്പം
പള്ളിയിലെ കുമ്പസാരങ്ങളിലൊക്കെ തിരക്കായിരുന്നുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമാണ് വിശുദ്ധ കുർബാനയും കൊണ്ട് ചെല്ലുന്നത്. അങ്ങനെ ഞാൻ പെസഹ ബുധനാഴ്ച വൈകുന്നേരം ചെല്ലുമ്പോൾ ഞാൻ ഇവളോട് ഇങ്ങനെ വിശുദ്ധ കുർബാനയൊക്കെ നൽകി അതിനുശേഷം ഇവളോട് ഇരുന്ന് സംസാരിച്ചു കുറേ നേരം. അപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു, രോഗീലേപനം സ്വീകരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആളുകളുടെ ധാരണയിൽ മരിക്കാൻ കൊടുക്കുന്ന ഒരു കുദാശ എന്നുള്ളതാണ്. അപ്പോൾ അതൊരു സൗഖ്യത്തിൻ്റെ കുദാശയാണ്, ആത്മാവിനോട് ഐക്യപ്പെടുന്നതാണെന്നുള്ള ആ ഒരു ബോധ്യം ഞാൻ ഇവൾക്ക് പറഞ്ഞു കൊടുക്കും. അല്ലേ തന്നെ ഇവൾക്ക് മരണത്തെ ഭയമില്ലായിരുന്നു, അവൾ അതിന് ഒരുങ്ങുന്ന വ്യക്തിയായിരുന്നു. അപ്പം അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ അതിന് എനിക്കൊരു കുഴപ്പമില്ല, അച്ഛൻ രോഗീലേപനം തന്നു. ഞാൻ പറഞ്ഞു, നമ്മൾ രണ്ടും അറിഞ്ഞാൽ മതി, നിൻ്റെ വീട്ടുകാരോട് പറയേണ്ട, അവർക്ക് വിഷമാകും, അമ്മ അവിടെയുണ്ട്, അപ്പോൾ അമ്മയോട് രാവിലെ അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവളും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോന്നു. അപ്പോൾ പിറ്റേ ദിവസം പെസഹ വ്യാഴാഴ്ച ഞാൻ വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ അന്ന് രാവിലെ മുതൽ ഞാൻ പള്ളിയിലിരിക്കുമ്പോഴൊക്കെ ഇവളെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പരിശുദ്ധ കുർബാന അർപ്പിച്ച നിമിഷങ്ങളിൽ ഞാൻ ഇവൾക്ക് ഈ രോഗീലേപനം കൊടുക്കുന്ന കാര്യമൊക്കെ ഓർത്തുകൊണ്ട് അന്ന് ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പുരോഹിതർ കാഴ്ചവെക്കുന്ന വലിയ വസ്തുയുടെ ഒരു മുറി, വിശുദ്ധ കുർബാനയുടെ ഒരു മുറി ഇവൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ആ വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞ് അത് ഞാൻ ചെപ്പിലാക്കി ആരാധനയ്ക്ക് അവിടെ എടുത്തു വെച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു സഹോദരനെ ആരാധന നടത്താൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് ഞാൻ രോഗീലേപന തൈലമായിട്ട് ആശുപത്രിയിലോട്ട് പോയി. ഇവിടെ ആ ദിവസങ്ങളിൽ ആശുപത്രിയിലായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ അവൾക്ക് വിശുദ്ധ രോഗീലേപനം നൽകി വിശുദ്ധ കുർബാനയും കൊടുത്തു. അന്ന് മാത്രം ഇവളോട് ഇരുന്ന് സംസാരിക്കാൻ നമുക്ക് സമയമില്ലായിരുന്നു, ആരാധനയുള്ളതുകൊണ്ട് തിരികെ പള്ളിയിലോട്ട് പോകുന്നു. ഞാൻ പള്ളിയിൽ നിന്ന് തിരികെ വരുമ്പോൾ തിരികെ വണ്ടിയിൽ കയറുമ്പോൾ എൻ്റെ ഫോണിൽ കുറേ മിസ് കോൾ കിടപ്പുണ്ട്. അപ്പോൾ ഈ കൊച്ചിൻ്റെ വീട്ടിൽ നിന്നാണ് വിളിച്ചത്. അപ്പം ഞാൻ എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടി പെട്ടെന്ന് തിരിച്ചു വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അച്ഛാ കൊച്ചിന് വിശുദ്ധ കുർബാന ഇറക്കാൻ സാധിക്കുന്നില്ല, അത് വന്നപ്പോൾ വിളിച്ചതാണെന്ന് പറഞ്ഞു. അവൾ 5 മിനിറ്റോളം അത് വായിൽ വിശുദ്ധ കുർബാന ഇരുന്ന് നാവിലിരുന്ന് അവൾക്ക് ഇറക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവൾക്കൊരു മാംസം പോലെ, ഒരു റബ്ബർ പോലെ അത് അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അവളത് ചെറുതായിട്ട് എടുത്തു നോക്കുമ്പോൾ അത് ബ്രൗൺ കളറിൽ ഒരു മാംസമായിട്ട് അവൾക്കത് അനുഭവപ്പെട്ടു. അതുപോലെ അത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവളുടെ അപ്പൻ്റെ കണ്ണിലാണേലും അതൊരു ഒരു രക്തത്തിൻ്റെ അംശം അതിൽ കാണാൻ സാധിച്ചെന്ന് വീട്ടുകാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവളത് അമ്മ പറഞ്ഞ് വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് വിശ്വാസത്തോടെ സ്വീകരിക്കാൻ പറഞ്ഞ് ഉൾക്കൊണ്ടു. ഞാൻ തിരികെ ചെല്ലുമ്പോൾ എന്നും ഇല്ലാത്തതിലും വലിയ സന്തോഷമായിരുന്നു അവൾക്ക്. കാരണം ഈശോ എന്നെ വ്യക്തമായിട്ട് സ്നേഹിക്കുന്ന എനിക്ക് കൂടുതൽ ബോധ്യം കിട്ടിയെന്നുള്ളതാണ്. ആ രക്തവും മാംസവും അനുഭവിക്കാൻ എനിക്ക് സാധിച്ചെന്നുള്ളത്. അച്ഛാ ഇന്നു മുതൽ എൻ്റെ ഭക്ഷണവും മരുന്നും ഈശോ ആയിരിക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം അധികം ഭക്ഷണം അതിൽ കഴിച്ചിട്ടില്ല, മരുന്നും അതിനോട് അധികം പ്രതികരിച്ചിട്ടുമില്ല. പിന്നീട് മെയ് 5-നാണ് അവൾ ഈ ലോകത്തോട് ഇവിടെ പറയുന്ന ദിവസം. അപ്പോൾ ആ ദിവസങ്ങളിലെല്ലാം ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ഏതെങ്കിലും സമയത്ത് വിശുദ്ധ കുർബാനയായിട്ട് ചെല്ലുമ്പോൾ ഇവൾ അധികം ഇതുപോലെ സംസാരിക്കുമായിരുന്നു. പരിശുദ്ധ മാതാവിനോട് ജപമാലയോട് അനുമോൾക്കുണ്ടായിരുന്ന ഭക്തി അല്ലെങ്കിൽ അടുപ്പം ഏതെങ്കിലും രീതിയിലുള്ള അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാനുണ്ടോ? 2 തവണ അവൾ പറഞ്ഞായിരുന്നു. അതായത് നമ്മുടെ തൊടുപുഴയിലുള്ള ഒരു സിസ്റ്റർ ലിസ് ജെയിൻ എന്നും പറഞ്ഞ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർ 2 തവണ അനുമോളുടെ അടുത്ത് അവളെ കാണാൻ വരികയും അവളുടെ അടുത്ത് വന്ന്, സിസ്റ്റർ നല്ലൊരു കൗൺസിലറാണ്, നന്നായിട്ട് കൗൺസിൽ ചെയ്യുന്നതല്ല. ആ സിസ്റ്റർ വന്നൊരു കുരിശുരൂപം കൊണ്ടുവന്ന് അവളുടെ തലയിൽ കൈവച്ച് തല വെച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒക്കെ പോയി. എന്നിട്ട് അനുമോളെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുമ്പോൾ പറയും, മോൾ ഈശോയെ വിളിക്കണം, മാതാവിനെ വിളിക്കണം. അപ്പോൾ അവൾക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇടയ്ക്ക് കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴത്തേക്ക് അവളുടെ താടിയും പല്ലും എല്ലാം മരച്ചായിരുന്നു. അപ്പോൾ പിന്നെ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തെങ്കിലും കുറുക്ക് പോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത്. അന്നേരം സിസ്റ്റർ എപ്പോഴും വിളിക്കും, പറയാം അനുമോൾ ഈശോയെ വിളിക്കണം, ഒരു കൂട്ടുകാരനെ വിളിക്കുന്ന പോലെ വിളിക്കണം, ഈശോയും കൂടെ വാ, ഉണ്ണീശോയും കൂടെ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം, എൻ്റെ അടുത്ത് വന്നിരിക്കുക, എനിക്ക് വാരിത്തരണം, അല്ലെ എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കണം എന്നൊക്കെ അവളോട് പറയുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം എന്നോട് പറയും, മമ്മി ഞാൻ ഇന്ന് രാത്രി സ്വപ്നം കണ്ടു, ഇന്നലെ രാത്രി ഞാൻ സ്വപ്നം കണ്ടു, ഇങ്ങനെ മാതാവ് പഴയ ഒരു പള്ളിയാണെന്ന് പറഞ്ഞു. ആ പള്ളിക്കകത്തുനിന്ന് മാതാവ് ഇങ്ങനെ രൂപക്കൂട്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഉണ്ണീശോയെ കൊണ്ടുവന്ന് എൻ്റെ മടി വെച്ച് തന്നെന്ന് പറഞ്ഞു. മടി വെച്ച് തന്നപ്പോൾ ഞാനിങ്ങനെ ഏത്തപ്പഴം പൊഴിഞ്ഞത് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ മടിയിലിരുത്തി ഉണ്ണീശോയ്ക്കും എടുത്തു കൊടുക്കും, ഞാനും കഴിക്കും. അങ്ങനെ ഞങ്ങൾ 2 പേരും, ഞാനും ഉണ്ണീശോയും കൂടെ ഏത്തപ്പഴം പൊഴുകി കഴിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഏപ്രിൽ 5-ാം തീയതിയാണെന്ന് തോന്നുന്നു. ഏപ്രിൽ 5-ാം തീയതി എനിക്ക് ഭയങ്കര ഒരു നടുവിന് വെട്ടലുണ്ടായി. ഞാൻ അവളുടെ അടുത്ത് കൂടുതൽ സമയം നിൽക്കുന്നത്. അതെ, മെയ് 5-ാം തീയതിയാണ് അവൾ ഈശോ അടുത്ത് പോയത്. ഏപ്രിൽ 5-ാം തീയതി അവൾ അന്ന് എനിക്ക് വൈകുന്നേരം എനിക്ക് ഭയങ്കര നടുവിന് വെട്ടൽ. ഞാനിങ്ങനെ ഇച്ചിരി താന്ന കട്ടിലല്ല അവിടെ കിടക്കുന്ന, ഹോസ്പിറ്റലിൽ മോളുടെ ബെഡിൻ്റെ അടുത്ത് അങ്ങനെ കിടന്നിട്ട് കണ്ടെന്ന് തോന്നുന്നു. എനിക്ക് നേരത്തോടെ നടുവിന് ചെറിയ പ്രശ്നമുള്ള ആളായിരുന്നു. നടുവ് വെട്ടിട്ട് എനിക്ക് ഇരിക്കത്തുമില്ല, എഴുന്നേക്കത്തുമില്ല, കിടക്കത്തുമില്ല, ഒന്നും മേലാത്തൊരവസ്ഥയില്ല. എനിക്ക് എഴുന്നേറ്റ് നിന്ന് കൊച്ചിന് ഫ്ലാസ്കിനകത്ത് ഇച്ചിരി വെള്ളം പോലും എടുത്ത് കൊടുക്കത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ രാത്രി വീട്ടിലുള്ളവരെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണ്ടോന്നോർത്ത് ഞാനിങ്ങനെ സഹിച്ച് കടിച്ചു പിടിച്ച് നിൽക്കുക. എന്നിട്ട് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ച്, എൻ്റെ ഈശോയെ കൊച്ചു രാത്രി ഇച്ചിരി വെള്ളം ചോദിച്ചാൽ എനിക്ക് എടുത്ത് കൊടുക്കാൻ പോലും പറ്റുമല്ലോ, എൻ്റെ മാതാവേ എൻ്റെ കുഞ്ഞിനെ സഹായിക്കണേ, എൻ്റെ മാതാവേ എവിടെ നോക്കിക്കോണേ എന്നൊക്കെ പറഞ്ഞ് കഷ്ടിച്ച് ഞാൻ ഒരു തരത്തിൽ ചെരിഞ്ഞിരുന്നൊക്കെ പതുക്കെ കട്ടിലേ കിടന്നു. കട്ടിലേ എനിക്ക് കിടക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു.
അങ്ങനെ ഒരു തരത്തിൽ ഞാൻ കട്ടിലേക്ക് കിടന്നു. അന്ന് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ എന്നോട് പറയുക, മമ്മി ഒരു മാതാവെന്നേ പറഞ്ഞുള്ളൂ, ഒരു മാതാവ് ഉണ്ണീശോയും കൊണ്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് നിന്നു. എന്നിട്ട് മേശപ്പുറത്ത് ചെന്ന് എനിക്ക് ഗുളിക എടുത്തുകൊണ്ട് വന്ന് തന്നു. അന്നേരം ഞാനിങ്ങനെ മാതാവിൻ്റെ പുറകെ നടക്കുമായിരുന്നു പറഞ്ഞു. മാതാവ് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് പോകുന്നു, മേശയിൽ ചെന്ന് ഗുളിക എടുത്തുകൊണ്ട് കൊടുക്കുന്നു. എന്നിട്ട് മാതാവ് എൻ്റെ അടുത്ത് വന്ന് ചേർന്ന് നിൽക്കുമായിരുന്നു പറഞ്ഞു. അപ്പോൾ 2 മാതാവിൻ്റെ രൂപം അവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ റാണി ചേച്ചി ഇല്ലേ, കഞ്ചിക്കോടല്ലേ, റാണി ചേച്ചി കണ്ട ഒരു മാതാവുണ്ടല്ലോ അവിടെ, ആ ചിത്രം വീട്ടിൽ വെച്ചിട്ടില്ലേ, ആ ഒരു രൂപം അവൾ കിടക്കുന്ന മുറിയുടെ ആ ഹോസ്പിറ്റലിലെ ജനലയിൽ ഞാനിങ്ങനെ മാതാവിൻ്റെ പല ഫോട്ടോസ് അവിടെ ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൂടെയുള്ളതായിരുന്നു ആ ഒരു മാതാവിൻ്റെ പടവും കണ്ടു. ഈ 2 മാതാവിനെയും കണ്ടെന്ന് പറഞ്ഞു. അതായത് ഒരു ഓറഞ്ച് ഷോൾ ഇട്ട നീല ഉടുപ്പിട്ട ഒരു മാതാവും ഉണ്ണീശോയും കൈ പിടിച്ചുകൊണ്ടും പിന്നെ വേറൊരു മാതാവിനെയും കണ്ടെന്ന് പറഞ്ഞു. അന്നേരം അവളത് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവളുടെ തലയിണക്കീഴിൽ നിന്ന് ഒരു വചനോത്സവം എടുത്തു. ഞാനിങ്ങനെ തുറന്നു നോക്കിയിരുന്നപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പേജ് അങ്ങ് തുറന്നപ്പോൾ അതിൻ്റെ അകത്തൊരു മാതാവിൻ്റെ പടമുണ്ട്. അതായത് നമ്മുടെ കുറവിലങ്ങാട്ടമ്മയുടെയൊക്കെ ഒരു ഇതുണ്ടല്ലേ, ആ ഒരു വയലറ്റ് പോലത്തെ ഉടുപ്പുള്ള മാതാവ്. ആ മാതാവിൻ്റെ രൂപം കണ്ടപ്പോഴേ ഇവളിങ്ങനെ ഞെട്ടി തല പൊക്കി ചോദിച്ചു, ഇത് ഇവിടുന്ന് മമ്മിക്ക് ഇപ്പോൾ ഈ മാതാവിൻ്റെ പടം കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ കൊച്ചിൻ്റെ തലയിണക്കിൽ ഇരുന്നല്ലേ മമ്മി, ഇന്നലെ രാത്രി ഞാൻ ഈ മാതാവിനെയാണ് കണ്ടത്, ഈ മാതാവ് എൻ്റെ അടുത്ത് വന്ന് ഗുളിക എടുത്തുകൊണ്ട് എനിക്ക് തന്നത്, ഞാൻ അങ്ങനെ മാതാവിനെ ഇന്നലെ കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 2 തവണ അവിടെ ശരിക്കും മാതാവിനെ കണ്ടതായിട്ട് അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അവർക്ക് അങ്ങനെ മാതാവിനെ കണ്ടതൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവൾ RCCയിലെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് അവൾക്ക് ലാസ്റ്റത്തെ കീമോ ഭയങ്കര സിവിയറായിരുന്നു. അവൾ ശരിക്കും ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ ആ വേദനയല്ലായിരുന്നു. 6 ദിവസത്തോളം ICU കിടക്കേണ്ട അവസ്ഥ വന്നു. കൗണ്ടൊക്കെ തീരെ താന്നു പോയി. 100 ഉള്ളായിരുന്നു കൗണ്ട്. ആ 100 കൗണ്ട് 6 ദിവസം നിന്നു. 6 ദിവസം കഴിഞ്ഞിട്ടാണ് കൗണ്ട് കൂടാൻ തുടങ്ങിയത്. അപ്പോൾ ഈ കൗണ്ട് കുറഞ്ഞതിൻ്റെ സമയത്താണെങ്കിലും നമ്മുടെ കൂടെ ആരെയും നിർത്തത്തില്ല. അവിടെ എവിടെയും പ്രത്യേകതയാണ്, ഫീമെയിൽ വാർഡിൽ അവൾ കിടക്കുന്നത്. അപ്പോൾ കൂടെ ആരും നിർത്തുകയില്ല. ഞാൻ മനസ്സോടെ ആ സന്ധ്യയാകുമ്പോൾ വീട്ടിലേക്ക് പോരുന്നത്. വീട്ടിൽ പോന്നു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഇവിടെ കുളിപ്പിക്കാൻ കൊണ്ടുപോയ സമയത്ത് ഇവിടെ വീൽ ചെയറിലാണ് കൊണ്ടുപോയി. നടക്കാൻ ഒട്ടും പറ്റുന്നില്ലായിരുന്നു, ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ വീൽ ചെയറെ കൊണ്ടുപോയി ബാത്റൂമിൽ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവിടെ തല കറങ്ങിപ്പോയി. അവിടെ പെട്ടെന്ന് ഇങ്ങനെ കണ്ണെല്ലാം മറിഞ്ഞു പോയി. ഞങ്ങൾ വേഗം തിരിച്ചു കൊണ്ടു കട്ടിലേക്ക് കിടത്തി പ്രാർത്ഥിച്ച്. അന്നേരത്തേക്ക് മാതാവിൻ്റെ കാശിരൂപ എൻ്റെ ഉണ്ടായിരുന്നു. ആ കാശിരൂപ എടുത്തിങ്ങനെ വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു സുഗന്ധാഭിഷേകം എൻ്റെ കൈക്കകത്ത് നല്ലൊരു സുഗന്ധം വന്നു. ഈ കാശിരൂപം വെച്ച് ഇവിടെ നെറ്റിയെ കഴിച്ച് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും ഭയങ്കര നല്ലൊരു സുഗന്ധം വന്നു. അപ്പോൾ സുഗന്ധം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. അതായത് എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് മാതാവുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സുഗന്ധം വന്നതെന്ന് എനിക്ക് വിശ്വാസമായി. അന്നേരം അവൾ എന്നോട് പറയുക, മമ്മി പേടിക്കുമല്ലോ എന്നോർത്ത് ഞാൻ പറയാതിരുന്നത്. ഇന്നലെ രാത്രി 3 മണിയായപ്പോൾ ഞാൻ തന്നെ ടോയ്ലറ്റിൽ പോയപ്പോൾ എനിക്കറിയത്തില്ല മമ്മി, ഞാൻ വീണതൊന്നും പൊത്തോന്നൊരു ഒച്ച കേട്ടത് മാത്രം അറിയാം. ഇങ്ങനെ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ടോയ്ലറ്റിൻ്റെ പുറവശത്തെ പൈപ്പാണ് കാണുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവള് തറയെ വീണിട്ട് എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് എഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞപ്പം എൻ്റെ തലയിലോ ദേഹത്തോ ഒന്നും ഒരു തുള്ളി പോലും വെള്ളം പറ്റിയിട്ടില്ല. ബാത്റൂമിൽ എപ്പോഴും ഇങ്ങനെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കും, വെള്ളം ഉള്ളതാണ്. എല്ലാവരും എപ്പോഴും ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് അല്ലേ, അതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ദേഹത്തോ എൻ്റെ തലയിലോ ഡ്രസ്സ് മാറണമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തോണ്ട് എഴുന്നേറ്റ് ഇവിടെ ഇപ്പറ വന്നു ഇങ്ങനെ ഡ്രസ്സ് നോക്കി കഴിഞ്ഞപ്പോൾ തുള്ളി വെള്ളം പോലും ഇല്ലെന്ന് അറിഞ്ഞു. ദേഹത്ത് ഒന്നിടത്തും വെള്ളം എന്ന് പറയുന്നത് പറ്റിയിട്ടില്ല. ബാത്റൂമിൽ വീണവരുടെ എല്ലാം മിക്കവാറും അവിടെ ആരെങ്കിലും വീഴാറുണ്ട്. വീഴുന്നവരുടെ എല്ലാം ഒന്നെങ്കിൽ കാലൊടിയും, അല്ലെങ്കിൽ കാലിന് പൊട്ടലുണ്ടാവും, കൈ ഒടി, എന്തേലും സംഭവിക്കും അവിടെ. പക്ഷേ അനുമോള് വീണിട്ട് അവളുടെ ദേഹത്ത് വെള്ളം പറ്റുമോ, അവളുടെ തലയെടുത്ത് അടിക്കുകയോ ഒന്നും ചെയ്തില്ല. അവൾ പറഞ്ഞ് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഒച്ച കേട്ടു, പുറത്ത് നിന്ന് നേഴ്സ് കേട്ടെന്ന് പറഞ്ഞു വീഴുന്നതിൻ്റെ ഒച്ച. പക്ഷേ അവൾക്കൊന്നും പറ്റിയില്ല, ദേഹത്ത് വെള്ളം പോലും പറ്റാതെ അവൾ എഴുന്നേറ്റ് പോയി. അതൊക്കെ മമ്മി, അത് ശരിക്കും മാതാവ് എന്നെ കാത്തത്, എനിക്കിതൊക്കെ സാക്ഷ്യം പറയണമെന്നൊക്കെ അവൾ പറയുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ദിവികാരുണ്യം ഇവൾക്ക് നൽകിക്കൊണ്ടിരുന്നു. ഈ ഓരോ ദിവസവും ഇവൾ ഈശോ ആശ്വസിപ്പിച്ചതും ഈശോയോട് സംസാരിച്ചതും അല്ല ഈശോയോട് ചെറിയ സൗഹൃദങ്ങൾ പങ്കിട്ടതായ അനുഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇവൾക്ക് മാതാവ് രാത്രിയിൽ ഇവളെ വന്ന് ആശ്വസിപ്പിക്കുകയോ ഇവൾക്ക് മരുന്ന് എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്തായ ഒരു അനുഭവം ഇവൾക്കുണ്ടായി. മാതാവ് ഇവൾക്ക് ഭക്ഷണം ഇവൾക്ക് ഉണ്ണീശോയ്ക്കായിട്ട് കൊടുക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ഇവൾ കീമോ ഒക്കെ കഴിഞ്ഞ് ആശുപത്രിയിൽ കിടക്കുമ്പോഴും ഇവൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, എന്നുവെച്ചാൽ ചവച്ചരയ്ക്കാൻ സാധിക്കുന്നില്ലാതെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു സ്വപ്നം കിട്ടുന്നത്. അതിൻ്റെ പിറ്റേ ദിവസം മുതൽ അവൾ ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവൾക്ക് വന്ന മാതാവ് വന്നെന്ന് പറഞ്ഞു, പക്ഷേ എങ്ങനെയാണ് രൂപമെന്ന് ഓർമ്മയില്ല. അപ്പം ഞാനിവളെ ഇങ്ങനെ ഒരു രൂപങ്ങൾ കാണിച്ചു. ഇവളുടെ തലയിണക്കീഴെ ഒരു വചനമാസിക ഉണ്ടായിരുന്നു. അപ്പോൾ ആ വചനമാസികയിലുള്ള ഒരു രൂപം ഉണ്ടായിരുന്നു. അതൊരു നമ്മുടെ ഉത്തിരീയ മാതാവിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു രൂപമാണ്. അപ്പോൾ ഇവളുടെ കഴുത്തിൽ ഞാനൊരു ഇടാനൊരു ബന്ധിങ് കൊടുത്തു. ആ ബന്ധിങ്ങത്തിൽ കണ്ട അതേ മാതാവും ഉണ്ണീശോയാണ്, കർമ്മല മാതാവിൻ്റെ ഒരു ചിത്രമായിരുന്നത്. അപ്പോൾ അത് ഇവൾക്കൊരു അനുഭവമായിരുന്നു. എന്ന് വെച്ചാൽ അമ്മ എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ളതാണ്. ഇവളെ ഒരിക്കലും ഇവളുടെ അപ്പനും അമ്മയൊക്കെ വിഷമിക്കുമ്പോഴും ഇവളെ സന്തോഷവതിയാണ്. ആരും ഇവളെ കാണാൻ വരുന്ന ആരും നിരാശരായിട്ട് പോകുമല്ലോ. ഈ കുട്ടി ഇങ്ങനെ ഇവളുടെ സഹനങ്ങളെയൊക്കെ ഈശോയോട് ചേർത്ത് വെക്കുന്നു എന്നൊക്കെ അന്ന് മാതാക്കന്മാർ പറഞ്ഞു. അന്നേരം ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. കാരണം അവൾക്ക് നിരാശയില്ല, പേടിയില്ല,
സങ്കടമില്ല, അവൾ കരയാറ് അങ്ങനെ ഒന്നുമില്ല. ഒരു അവൾക്ക് പരാതി ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എപ്പം നോക്കിയാലും ഇങ്ങനെ സന്തോഷവതിയായിട്ട് ചിരിച്ചുകൊണ്ടുള്ളായിരുന്നു അവളിരിക്കുള്ളൂ ഈ രോഗത്തിന്റെ അവസാന കാലഘട്ടത്തിൽ. പിന്നെ അവൾക്ക് ഇതിന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇത് രണ്ടാമത് അസുഖം അറിഞ്ഞു കഴിഞ്ഞപ്പം ആ ആഴ്ച തന്നെ ചൊവ്വാഴ്ച ഞങ്ങൾ മുണ്ടക്കയത്ത് സാബു ആറുതൊട്ടിയുടെ ഒരു കൺവെൻഷന് പോയായിരുന്നു. കൺവെൻഷന് ചെന്ന് അവിടെ ചെന്നപ്പം സാബു ബ്രദർ അവളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അവൾ ഇറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, മമ്മി ഞാൻ നോക്കിയപ്പോൾ സാബു ബ്രദറിൻ്റെ ചുറ്റും ഇങ്ങനെ ദിവ്യപ്രകാശമാണ് കണ്ടതെന്ന് പറഞ്ഞു. സാബു ബ്രദറിൻ്റെ തലയുടെ ചുറ്റും ഇങ്ങനെ ദിവ്യപ്രകാശം കാണുമായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അന്ന് അവൾക്ക് തീരെ ക്ഷീണമായിരുന്നു. അവൾ കിടന്നുകൊണ്ടൊക്കെ അന്ന് ധ്യാനം കൂടിയത്. അവിടെ പുറകുവശത്ത് കട്ടിലൊക്കെ ഇട്ട് കൊടുത്ത കട്ടിലേക്ക് കിടത്തിയൊക്കെ അവിടെ ഞങ്ങൾ കൺവെൻഷൻ കുടിച്ചു. പക്ഷേ പിറ്റേ ചൊവ്വാഴ്ച ചെന്നപ്പോൾ പിറ്റേ ആഴ്ചയിൽ ഞങ്ങൾ അവളെ കൊണ്ടുപോയി. അന്നേരം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവളെ ശരിക്കും എഴുന്നേറ്റിരുന്ന് കസേരയിൽ നിന്ന് നല്ലപോലെ കൈകൊട്ടി പാട്ടൊക്കെ പാടി നന്നായിട്ട് പ്രാർത്ഥിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് തന്നെയാണ് പിറ്റേ ആഴ്ച പോകുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ്, ഈ മുരിക്കാശ്ശേരി ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ്. ഞങ്ങൾ തോപ്രാംകുടി വന്നപ്പോൾ അവിടെ കപ്പൂച്ചിൻ അച്ഛന്മാരുടെ ഒരു കൺവെൻഷൻ ധ്യാനം നടന്നു. നമ്മുടെ ഇടവക ധ്യാനം നടക്കുമായിരുന്നു തോപ്രാംകുടിയിൽ. അന്നേരം ആ ധ്യാനം നടക്കുന്ന സമയത്ത് അനുമോളെയും കൊണ്ട് അങ്ങോട്ട് വരണം, അവിടെ വന്ന് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് അച്ഛന്മാർ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കൊണ്ടുവന്നു. അവിടെ വന്നൊരു അച്ഛൻ അനുമോളുമായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് തരയെടുത്ത് അവളെ ചേർത്ത്. അന്നേരം അവിടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. ഈ ധ്യാനത്തിന് ഒരുക്കമായിട്ടുള്ള കുറച്ച് ചേട്ടന്മാരും അമ്മച്ചിമാരും ഒക്കെ ഇരുന്ന് അവിടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ ചുറ്റും നിന്ന് അനുമോളെ നടുക്ക് നിർത്തി എല്ലാവരും കൂടെ സ്തുതിച്ച് കുറച്ച് സമയം ശക്തമായിട്ട് പ്രാർത്ഥിച്ചു അവൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഞാനിങ്ങനെ ഈശോയുടെ തിരുഹൃദയം ഇങ്ങനെ തുടിക്കുന്നതായിട്ട് കണ്ടെന്ന് പറഞ്ഞു. ഈശോയുടെ തിരുഹൃദയം ഇങ്ങനെ ഇരുന്ന് ജ്വലിക്കുന്ന ഒരു തിരുഹൃദയം ഞാൻ കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവളിങ്ങനെ ഈശോയെ അനുഭവിച്ചറിയുന്ന ഓരോരോ അനുഭവങ്ങൾ ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു ഇതിനിടയ്ക്ക്. അതുകൊണ്ടായിരിക്കണം അവൾ അത്രയും ഹാപ്പിയായിട്ട് അവൾക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത്. ഇത്രയും കഠിനമായ വേദനയും ചുമയെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല, അതുപോലെ അവൾ ചുമയ്ക്കുമായിരുന്നു. ചുമയ്ക്കാൻ തുടങ്ങിയാൽ അങ്ങ് കണ്ടിന്യൂസ് കുറേ സമയം ചുമച്ച് ബ്ലഡൊക്കെ വരുമായിരുന്നു. അങ്ങനെ ആ സമയത്തെല്ലാം അവൾ ആ ചുമയ്ക്കുന്ന സമയത്തെ അസ്വസ്ഥതയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവളാൾ ഹാപ്പിയായിരുന്നു. ഈ തൻ്റെ ഈ സഹനങ്ങൾ ഇങ്ങനെ പ്രത്യേക നിയോഗങ്ങൾക്കായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ ആ കാലഘട്ടത്തിൽ മോള് പറഞ്ഞിട്ടുണ്ടോ? അത് ഞങ്ങളോട് തുറന്ന് പറഞ്ഞില്ലേ, എബിനച്ചനുമായിട്ട് അവൾ സംസാരിക്കുമ്പോൾ പറഞ്ഞായിരുന്നു. അവൾ 4 നിയോഗങ്ങൾ വെച്ചിട്ടുണ്ട്. ആ നിയോഗങ്ങൾ വെച്ചാണ് അവൾ സഹനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അന്നേരം പങ്കുവയ്ക്കുന്നത് ഞങ്ങളോട് എത്രയും ഞങ്ങൾ സങ്കടപ്പെടുമോയെന്ന് ഓർത്തായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളോട് അധികം അവൾ പറയാറില്ലായിരുന്നു. ഞങ്ങളുടെ അടുത്ത് അവൾ പൊതുവെ സാധാരണ അവൾ നേരത്തെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഒരു രീതിയിലായിരുന്നു. അല്ലാതെ അവളുടെ രോഗത്തെക്കുറിച്ചോ ഈ ഒരു സഹനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അച്ഛനോട് മാത്രമേ അവൾ സംസാരിക്കുള്ളായിരുന്നു. അപ്പോൾ ഞാനും ഈശോയെ അറിയാനും ഈശോയാണ് എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. ഇത്രയും കാലം ഞാൻ സാധാരണ കുട്ടികളെ പോലെയായിരുന്നു ജീവിച്ചത്. പക്ഷേ ഈ വേദനകൾ വന്നപ്പോൾ ഞാൻ കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ സഹനം അതിനോട് ചേർത്ത് എൻ്റെ സഹനത്തെ കൂടെ എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് 4 നിയോഗങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന സഹനമാണ് ഈ രോഗത്തിൻ്റെ വേദന എന്ന് പറഞ്ഞു. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു അവളെ ഏൽപ്പിക്കപ്പെട്ട നിയോഗം എന്നുള്ളത്. ഒന്ന്, അവൾ വൈദികരുടെയും തിരുസഭയുടെയും വിശുദ്ധീകരണമാണ് അവളെടുത്ത ഒരു നിയോഗം. രണ്ടാമത്തെ അവളുടെ നിയോഗം യുവതീ യുവാക്കന്മാരെ ദിവ്യകാരുണ്യ അനുഭവത്തിൽ വളരാനാണ്. മൂന്നാമത്തെ കുടുംബങ്ങളുടെ വിശുദ്ധീകരണമാണ്. 4 രോഗികളും സഹിക്കുന്നവരുമായ വ്യക്തികൾക്ക് വേണ്ടിയാണ്. ഇങ്ങനെ 4 നിയോഗങ്ങൾ അവളെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഇത് മറ്റാരോടും അവൾ പറഞ്ഞിട്ട് ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല, അതെനിക്കറിയാം. അപ്പോൾ ഞാനത് എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ദിവ്യകാരുണ്യ അനുഭവത്തിൻ്റെ സാക്ഷ്യമാണെന്നൊരു ചിന്തയുള്ളതുകൊണ്ട് ഞാൻ ഇവളെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും എഴുതി വെക്കാറുണ്ടായിരുന്നു. ഇവൾ പറഞ്ഞതും അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഓർക്കപ്പെടേണ്ട കാര്യങ്ങൾ. ഈ അനുമോളുടെ ജീവിതത്തിൽ ഈ ചെറുപ്പം തൊട്ട് അല്ലെങ്കിൽ അവളുടെ കുർബാന സ്വീകരണം, അവളുടെ പഠന കാലഘട്ടങ്ങളിലൊക്കെ മറ്റു കുട്ടികളെക്കാളും എന്തെങ്കിലും ഒരു മാറ്റങ്ങളൊക്കെ അവളിൽ നിങ്ങൾക്ക് പ്രകടമായിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അവൾക്ക് അങ്ങനെ ഒത്തിരി ആഡംബരത്തോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഒരുപാട് സാധാരണ ഒരു ടീനേജ് പ്രായത്തിലുള്ള പിള്ളേരെ പോലെ ഒരുപാട് ഡ്രസ്സുകൾ മേടിച്ച് കൂട്ടുക അല്ലെങ്കിൽ ഒരുപാട് പൈസ ചിലവാക്കുന്ന ഒരു കാര്യത്തിന് അവൾക്ക് ഒരു താല്പര്യമില്ലായിരുന്നു. ആഭരണങ്ങളാണെങ്കിലും ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങളൊക്കെ 5 രൂപയുടെ കമ്മലൊക്കെ കാതിന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ സ്വർണ്ണത്തോടും താല്പര്യമില്ലായിരുന്നു. സ്വർണ്ണമൊക്കെ ഞങ്ങൾ ഇടിയിപ്പിക്കാൻ നോക്കിയാലും അവിടെ ഹോസ്പിറ്റലിൽ പോയ സമയത്താണെങ്കിലും ഞങ്ങൾ അവൾക്ക് സ്വർണ്ണക്കൊലുസും എല്ലാം മേടിച്ച് ഞങ്ങൾ കൊടുത്തായിരുന്നു. അതെല്ലാം ഊരി വെക്കുകയുള്ളായിരുന്നു. അത് വേണ്ട മമ്മി, കൊലുസൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു അഹങ്കാരം വരും എന്ന് പറഞ്ഞ് വേണ്ടെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു രീതിയായിരുന്നു അവൾക്ക്. അതൊക്കെ ഞാൻ ചിലപ്പം കടയിലൊക്കെ കൊണ്ടുപോകും. കടയിലൊക്കെ കൊണ്ടുപോയിട്ട് ലേഡീസ് സെൻറ്ററിലൊക്കെ കയറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ പറയും മോനിഷ്ടമുള്ള എന്തെങ്കിലും മേടിച്ചോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ 5 രൂപ അല്ലെങ്കിൽ 10 രൂപ. ചിലപ്പം പറയും ഒന്നും വേണ്ടെന്ന് പറയാം. അന്നേരം ആ കടക്കാരനോട് ചോദിക്കും, നീ ഇങ്ങനെ വീട്ടിൽ നിന്ന് പറഞ്ഞ് പഠിപ്പിച്ചേച്ച് കോച്ചിനെ കൊണ്ട് വന്നല്ലേ തടാ എന്നോട് ചോദിക്കാം. അറിയാതെ തന്നെ ഒരു മിതവ്യയം അവൾ തന്നെ ഒരു ശീലത്തിലായിരുന്നു. നമ്മളാരും പഠിപ്പിക്കുകയൊന്നും ചെയ്തതല്ല. നിങ്ങളുടെ ഒരു ഇടക്കാലത്ത് തൊഴിൽ തേടി കുറച്ച് നാൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ.
ആ സമയത്തൊക്കെ ഈ കുട്ടി മൂത്ത കുട്ടി എന്ന നിലയിൽ വീട്ടിൽ എങ്ങനെ നല്ല പെരുമാറ്റവും അതെ പ്രാർത്ഥന അനുഭവവും? അതെ ഞാൻ പോകുന്ന സമയത്തെന്ന് പറയുമ്പോൾ അവൾ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അന്നേരം ഞാൻ ഇവിടുന്ന് പോയപ്പോഴേ തന്നെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞായിരുന്നു. അന്നേരം ഹസ്ബൻഡ് അത്ര നിർബന്ധമായിട്ട് പള്ളിയിൽ പോകുന്ന കാര്യത്തിലൊന്നും അത്ര വിശ്വാസത്തിലോട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ 2 കാര്യമേ പറഞ്ഞുള്ളൂ. നിർബന്ധമായിട്ടും പിള്ളേരെ പള്ളിയിൽ വിടണം, വേദപാഠത്തിന് വിടണം, വൈകിട്ട് കുരിശ് വരെ മുടക്കാൻ പറ്റില്ല, കുടുംബ പ്രാർത്ഥന മുടക്കാൻ പറ്റില്ല. 3 കാര്യവും നിർബന്ധമായിട്ടും ചെയ്യിപ്പിച്ചോളാം എന്നുണ്ടെങ്കിൽ ഞാൻ പോകണം എന്ന് പറഞ്ഞു. അന്നേരം എന്നോട് പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട, ഞാനത് ചെയ്യിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. എന്തായാലും ദൈവാനുഗ്രഹത്താൽ ഞാൻ പോയി കഴിഞ്ഞപ്പം സാമ്പത്തിക മേഖലയൊക്കെ ഭദ്രമായെന്ന് കണ്ടു കഴിഞ്ഞപ്പം ഭർത്താവിന് സമാധാനമായി. പുള്ളി സ്ഥിരമായിട്ട് പള്ളിയിൽ പോകാനും വൈകിട്ട് കുരിശ് വരെ എല്ലാ ദിവസവും 7:30 സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ കുരിശ് വരയ്ക്കും. കുരിശ് വരയ്ക്കാൻ പായിട്ട് അവർ കുരിശ് വെച്ചോളൂ. അവരുടെ പപ്പ വീട്ടിലില്ലെങ്കിലും അവർ 3 പേരും കൂടെ മുട്ടുകുത്തി. ഞാൻ ചിലപ്പം കടലൊക്കെ പൊടി ചിലപ്പം ജസ്റ്റ് ഒരു 10 മിനിറ്റൊക്കെ താമസിച്ചാൽ പോലും അവർ ആ 7 ആകുമ്പോഴത്തേനും പായിട്ട് അവിടെ കുരിശ് വരാതിരിക്കാൻ തുടങ്ങിയിരിക്കും. നേതൃത്വം കൊടുക്കും, അനുകൂല നേതൃത്വം കൊടുക്കും. അവർ 3 പേരും കൂടെ ജപമാല ചൊല്ലുമായിരുന്നു, ബൈബിളും വായിച്ച് പ്രാർത്ഥനയൊക്കെ ചൊല്ലി. അങ്ങനെ 3 പേരും കൂടെ സന്തോഷമായിട്ട് പോകും. ഞാൻ എല്ലാ ദിവസവും മിക്കവാറും എനിക്ക് സമയമുള്ള അവിടുത്തെ സമയം വ്യത്യാസമുണ്ട്. എന്നാൽ പോലും എനിക്ക് സാഹചര്യം ഉള്ളപ്പോഴെല്ലാം ഞാൻ വീഡിയോ കോൾ വിളിച്ച് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കുരിശ് വരയ്ക്കുന്നത്. ഞാൻ അവിടെ ഇരുന്ന് ബൈബിൾ വായിക്കും, ഇവരുടെ കൊന്ത ചെല്ലുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന് ഫോൺ ഫ്രണ്ടിൽ ചാരി വെക്കും. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം എനിക്ക് എപ്പോഴും എനിക്ക് ഇവിടുന്ന് പോകുമ്പോഴും അതിന് മുമ്പും അല്ല എൻ്റെ മക്കളെ വലിയൊരു വലിയൊരു തലത്തിലെത്തിക്കണം എന്നുള്ളതല്ല, മക്കൾ വിശുദ്ധരായിട്ട് വിശുദ്ധിയിൽ വളരണം, സഭയ്ക്കും സമൂഹത്തിനും ഒക്കെ വേണ്ടപ്പെട്ട നല്ല മക്കളായിട്ട് വളരണം എന്നൊരു പ്രാർത്ഥന ആഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അത് ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ കൂട്ടുകാരോട് പറയാറുണ്ടായിരുന്നു, ഈ പിള്ളേർ നമ്മൾ ഒത്തിരി നാളൊക്കെ ഇവിടെ നിൽക്കുന്നില്ല, എനിക്ക് അത്യാവശ്യം സാമ്പത്തികമായി ഞങ്ങളുടെ ഒരു ആഗ്രഹമുണ്ട്, ഒരു വരുമാന മാർഗ്ഗം ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം, അതായിക്കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോകും. അപ്പോൾ അവരൊക്കെ എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ നിനക്ക് എന്നാ വട്ടാണോ, ഇത്രയും നല്ല ജോലി കളഞ്ഞു വെച്ചാൽ അവിടെ ചെന്നിട്ട് എന്നാ ചെയ്യാൻ, അങ്ങനെയൊന്നും പോകണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പറയാം, അതല്ല, നമ്മൾ വളർത്തുന്ന മക്കളും കൂടെ വിശുദ്ധരായിട്ട് ദൈവത്തിന് ഇഷ്ടമുള്ള മക്കളായിട്ട് വളരണം, അല്ല നമ്മൾ വെറുതെ കുറേ പൈസ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല, അതല്ല നമുക്ക് ആവശ്യമുള്ളതെന്ന് എപ്പോഴും ഞാൻ പറയുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ അനുമോള് വളർന്നു വരുന്നതനുസരിച്ച് അവളൊരു ടീനേജിലോട്ട് വളർന്നു വന്നപ്പോഴത്തേക്ക് എനിക്ക് അവളെക്കുറിച്ച് ശരിക്കും ഉൾക്കണ്ടയുണ്ടായിരുന്നു. കാരണം അമ്മ കൂടെ ഇല്ലല്ലോ, സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ കുഞ്ഞിന് എന്തെങ്കിലും സ്വഭാവത്തിൽ വ്യത്യാസം വരുമോ, ദൂഷ്യം വരുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് മുഴുവൻ സമയം ഈ വചനം കേട്ടോണ്ടായിരുന്നു. അവിടെ യഹൂദന്മാരുടെ കൂടെ ആയതുകൊണ്ട് അവർക്ക് നമ്മുടെ ബൈബിളും കാര്യങ്ങളൊക്കെ അത്ര താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്. എന്നാൽ പോലും ഞാൻ ഈ ഹെഡ്സെറ്റ് വെച്ചിട്ട് എപ്പോഴും വചനം കേട്ടുകൊണ്ട് നടക്കുമായിരുന്നു. ഇപ്പം ദാനിയേൽ പൂവണ്ണത്തിലച്ഛൻ്റെ പ്രസംഗം സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അച്ഛൻ അതിൻ്റെ അകത്ത് പറയുന്ന മെയിനായിട്ടുള്ള ബൈബിൾ വചനങ്ങളെല്ലാം ഞാനിങ്ങനെ കുറിച്ച് വെക്കും. എനിക്കിഷ്ടപ്പെടുന്ന നല്ല മനസ്സിൽ തട്ടുന്ന വചനങ്ങളെല്ലാം ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ അനുമോളോട് ഇടയ്ക്ക് പറയും, മോളെ ആ വചനങ്ങളൊക്കെ കൊച്ച് ഇങ്ങനെ ഞങ്ങൾക്കൂടെ ഒരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആ ഗ്രൂപ്പിലെ ലീഡർ പറഞ്ഞു അതൊന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് എഴുതി കൊടുക്കാൻ പറഞ്ഞു, വചനങ്ങളൊക്കെ കൊച്ച് എനിക്കതൊന്ന് എഴുതി തരണമെന്ന് പറയും. സത്യം പറഞ്ഞാൽ അത് അവിടെ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ മോളെ കൊണ്ട് അത്രയും വചനങ്ങൾ എഴുതിപ്പിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് അവൾ എനിക്ക് നല്ലപോലെ, അവളുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതായിരുന്നു, എല്ലാവർക്കും അവളുടെ ടീച്ചേഴ്സിനും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അവളുടെ ഹാൻഡ് റൈറ്റിംഗ്. അപ്പോൾ അവൾ ആ വചനങ്ങളെല്ലാം കറക്റ്റായിട്ട് എഴുതി പേപ്പറിൽ എഴുതി എനിക്ക് ഫോട്ടോ ഇട്ട് തരും. അത് ഫോട്ടോ ഇട്ട് ഇത്രയും കാര്യം ചെയ്യിപ്പിക്കുന്ന അവളെ കൊണ്ട് അത്രയും വചനം എഴുതിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ എൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ തട്ടട്ടെ നോക്കി ഓർത്തുകൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നതായിരുന്നു. അങ്ങനെ ചെറുപ്പത്തിൽ അവർക്ക് വചനത്തിൽ കുറെ കൂടെ ആഴപ്പെടാനുള്ള, വചനം വായിക്കാനും എഴുതാനും പറയാനും ഒക്കെ ഉള്ളൊരു അനുഭവം അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അല്ല, അതൊരു വലിയ കാര്യമാണ്. 2 വ്യത്യസ്തമായ രാജ്യങ്ങളിൽ 2 ജീവിത സാഹചര്യത്തിൽ ഇരിക്കുമ്പം ഒരേ സമയം ഒരുമിച്ച് നിങ്ങൾ കുടുംബ പ്രാർത്ഥന നടത്തിയിരുന്നു എന്ന് പറയുന്നത് അത് വരുന്ന തലമുറയ്ക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഒരു വലിയ മാതൃകയാണ്. അതിൻ്റെ ഒരു അനുഭവം കൂടെ ഈ മകൾക്കുണ്ടായിട്ടുണ്ടാവും. ഈ മകളുടെ മരണശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രകടമായ വിശ്വാസത്തിൽ ആഴപ്പെടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അനുഭവങ്ങളുണ്ടോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്തെങ്കിലും അനുഭവങ്ങൾ പറഞ്ഞു കേൾക്കുകയൊക്കെ? തീർച്ചയായിട്ടും. കാരണം അവളുടെ മരണശേഷമാണ് ശരിക്കും ഞങ്ങൾ അവൾ സ്വർഗത്തിലാണെന്നും ഞങ്ങളോടൊപ്പം അവൾ ഉണ്ടെന്നുള്ളതിന് ഒത്തിരി അടയാളങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. കാരണം അവൾ മെയ് 5-ാം തീയതി ഈശോയുടെ അടുത്തേക്ക് പോയി. മെയ് 6-ാം തീയതി രാവിലെ ഞങ്ങൾ പള്ളിയിൽ ചെന്നപ്പം അപ്പോൾ ഈ സാബു ബ്രദറിൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്നൊരു സഹോദരനുണ്ട് നമ്മുടെ ഈ തോപ്രാങ്കുടി ഇടവകയിൽ. സഹോദരൻ്റെ ഭാര്യ കാറ്റഗിസം പഠിപ്പിക്കുന്ന ടീച്ചറാണ്, മിനി ടീച്ചർ. അപ്പോൾ മിനി ടീച്ചർ പള്ളിയിൽ ഞങ്ങൾ പിറ്റേ ദിവസം പോകേണ്ട ആദ്യ കുർബാനയായിരുന്നു. അപ്പോൾ ഇളയ പോകേണ്ട ആദ്യ കുർബാന ഞങ്ങൾ ഫിക്സ് ചെയ്തിരുന്ന അച്ഛൻ പറഞ്ഞ അവൾ പിറ്റേ ദിവസം, അതെ അടക്കിൻ്റെ പിറ്റേ ദിവസം. അപ്പം മോള് വിശു കുർബാന ഇവളെയും കൂടെ അനുമോളെയും കൂടെ കൂട്ടി ഞങ്ങൾക്ക് കൊച്ചിൻ്റെ ആദ്യ കുർബാന നടത്തണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അതിനെന്തായാലും അവൾ ഈശോയുടെ അടുത്തേക്കല്ലേ പോയി. ഈശോയുടെ അടുത്തിരുന്ന് അവൾക്ക് നന്നായിട്ട് കാണാമല്ലോ. അവളോട് ഞാൻ അതിന് മുമ്പ് ചോദിച്ചു, മോളെ ആദ്യ കുർബാനയ്ക്ക് നമുക്കെന്നാൽ പള്ളിമുറിക്ക് പോയാലോ, പള്ളിമുറി കൊണ്ട് നിന്നെ കിടത്താം, എന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് കൊച്ചിന് അവൾ ആദ്യ കുർബാന ശരിക്കുന്നതൊക്കെ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട്, വേണ്ട മമ്മി ഞാൻ അങ്ങനെ വരുന്നില്ലെന്ന് പറഞ്ഞു. ആദ്യ കുർബാന കഴിഞ്ഞിട്ട് ആശുപത്രിയിലേക്ക് അവളെ കൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു വെച്ചാൽ അവൾ പിറ്റേ ദിവസം മിനി ടീച്ചർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ സാബു ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ കണ്ട അനുമോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവളിങ്ങനെ ഈശോയുടെ അടുത്തൂടെ ഒരു ലില്ലിപ്പൂ പോലെ ഇങ്ങനെ പറന്ന് ഈശോയുടെ അടുത്തൂടെ നടക്കുന്നതായിട്ട് കണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് പകുതി ആശ്വാസമായി. എൻ്റെ മോളെ സാവ് ബ്രദർ ഒത്തിരി പ്രാർത്ഥിച്ചായിരുന്നു അനുമോൾക്ക് വേണ്ടി. കാരണം ബ്രദർ എവിടെയെല്ലാം കൺവെൻഷൻ ഉണ്ടോ അവിടെയെല്ലാം പോയി ഇങ്ങനെ പറഞ്ഞ ആയിരക്കണക്കിന് ആൾക്കാർ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ടീച്ചർ അങ്ങനെ അന്ന് വന്ന് രാവിലെ എന്നോട് വന്ന് പറയുകയാണ്, വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, അനുമോൾ ഈശോയുടെ എടുത്തുകൊണ്ട് സാവ് ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കണ്ടു, ഒരു ലില്ലിപ്പൂ പോലെ പറന്ന് ഈശോ എടുത്തോടെ അവൾ നടപ്പുണ്ടെന്ന് പറഞ്ഞു. അത് ആദ്യത്തെ ഒരു സമാധാനം ഞങ്ങൾക്ക് കിട്ടിയത്, അവൾ ഈശോ എടുത്തോണ്ടല്ലോ എന്നുള്ളത്. പിന്നെ ജൂൺ മാസത്തിൽ എൻ്റെ ഇളയ മോൾക്ക് ഒരു പനിയുണ്ടായി, സേറയ്ക്ക് ശക്തമായ പനിയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ 3 ദിവസം അവളെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് അവൾക്ക് ചുമയാണ്, നിർത്താതെയുള്ള ചുമയായിരുന്നു. അപ്പം ഒരു ദിവസം ഇങ്ങനെ വൈകിട്ട് ഞങ്ങൾ കുരിശ് വരച്ച സമയത്ത് കൊച്ചങ്ങ് ചുമയ്ക്കാൻ തുടങ്ങിയിട്ട് ചുമ നിൽക്കുന്നില്ല. ഞാൻ പല മരുന്നുകളും ചൂടുവെള്ളം കൊടുത്തു, നമുക്ക് ചുമയ്ക്ക് കൊടുക്കാവുന്ന എല്ലാ മരുന്നുകളും ഞാൻ എൻ്റെ ഇടയ്ക്ക് എടുത്ത് കൊടുത്തു കുരിശ് വരയ്ക്കുന്നിടയ്ക്ക്. അവസാനം അനുമോൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എബിനച്ചൻ അവൾക്ക് കൊടുത്തൊരു കുഞ്ഞ് കുരിശുരൂപം അവളുടെ കയ്യിലുണ്ടായിരുന്നു. ആ കുരിശുരൂപം ഞങ്ങളുടെ രൂപത്തിൽ ഞങ്ങൾ മാതാവിൻ്റെ രൂപത്തെ ചാരി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് കുരിശുരൂപം എടുത്ത് ഈ കൊച്ചിൻ്റെ കൈ പിടിപ്പിച്ചിട്ട് ഞാനങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ച്, ഞങ്ങൾ കൊന്ത് ചെല്ലുന്നതിൻ്റെ ഇടയ്ക്കാണ്. അപ്പോൾ ഞാൻ കുരിശുരൂപം കൊച്ചിൻ്റെ കൈ പിടിപ്പിച്ചിട്ട് പറഞ്ഞു, മോൾ ഒരുപാട് ചുമച്ചും ശ്വാസം മുട്ടി ഒത്തിരി വിഷമിച്ചതല്ലേ, മോൾക്ക് ചുമയുടെ ബുദ്ധിമുട്ട് അറിയാലോ, മോളുടെ അനിയത്തി എത്ര സമയമായി ചുമയ്ക്കാൻ തുടങ്ങിയിട്ട്, ഈ ചുമ മാറ്റി കൊടുക്കണേന്ന് പറഞ്ഞ് ഞാൻ അവളുടെ കയ്യിൽ ഇങ്ങനെ കുരിശുരൂപം മുറുക്കെ കൊച്ചിൻ്റെ കൈ പിടിപ്പിച്ചു. എൻ്റെ ബ്രദറെ ഒരു സെക്കൻഡിനുള്ളിൽ നമ്മളിങ്ങനെ ഒരു സ്വിച്ച് ഇട്ടാൽ നിൽക്കുന്ന പോലെ കൊച്ചിൻ്റെ ചുമ നിന്നു. അതിൽ പിന്നോട് ചുമച്ചുമില്ല, അവളുടെ ചുമ മാറി അതോടെ. അത് ഞങ്ങൾക്കുണ്ടായ ഒരു ഭയങ്കര അനുഭവമായിരുന്നു. നേരിട്ട് നിങ്ങൾക്ക് തന്നെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി. പിന്നെ എൻ്റെ അനിയത്തി അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്യാസ് കയറിയിട്ട് ശരീരം മൊത്തം വേദനയുണ്ടാകും, ഭയങ്കര വേദന, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. അവൾക്ക് കിടക്കത്തും ഇരിക്കത്തും ഇല്ലാത്ത പോലെ വേദനയാണ്. അന്നേരം അവളും ഇതുപോലെ ഈശോയോട് രാത്രി എഴുന്നേറ്റ് അനുമോളോട് പറഞ്ഞു, അനുമോളെ ആൻറ്റിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലടി, ഭയങ്കര ദേഹത്ത് വേദനയാണ്, ഈശോയോടൊന്ന് പറയടി, ആൻറ്റിയുടെ വേദനയൊന്ന് മാറ്റിത്തരാൻ പറയടി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചെന്ന് പറയും രാത്രിയിൽ. എന്നിട്ട് അവൾ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഈ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അവൾക്കും ഇതുപോലെ തന്നെ അത്ഭുതകരമായ രീതിയിൽ ആ വേദന മാറി അവൾ രാത്രി സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞു. പിന്നെ അവളുടെ കൊച്ചിന് കണ്ണിന് കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നു, ഡോക്ടറെ പോയി കണ്ടായിരുന്നു. അനിയത്തിയുടെ കൊച്ചിന് ഒരു മോളേ ഉള്ളൂ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ അവളുടെ കണ്ണിന് കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട്, 24 വയസ്സ് വരെയും തുടർച്ചയായിട്ട് കണ്ണാടി വെക്കാൻ പറഞ്ഞായിരുന്നെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവൾ ആ ഒരു നിയോഗം വെച്ച് അനുമോളിനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു, ഇങ്ങനെ ചിപ്പിയുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട്, മോളീശോട് പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് 2ാമത് ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ണ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നല്ല രീതിയിൽ കണ്ണിൻ്റെ പവർ കയറി വന്നിട്ടുണ്ട്. ഇതെന്നാ സംഭവിച്ചതാണ്, ഇങ്ങനെ കൊച്ചിൻ്റെ കണ്ണിന് ഇത്രയും പെട്ടെന്നൊരു വ്യത്യാസം വരേണ്ടതല്ലല്ലോ എന്ന് ഡോക്ടർ ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ 2 അനുഭവങ്ങൾ എൻ്റെ അനിയത്തിക്കും ഉണ്ടായതായിട്ട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, അനിയത്തിക്കൊക്കെ ഇങ്ങനെ ഈ അനുമോളെ ഓർത്ത് പ്രാർത്ഥിക്കാനല്ല, അനുമോളോടൊരു മധ്യസ്ഥം തേടാനുള്ളത് തോന്നിയത് ഇവളുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തെ വിശ്വാസം കൊണ്ടാണോ? അവൾ ഹോസ്പിറ്റലിൽ സമയത്ത് പിന്നെ ഞങ്ങളോട് എബിനച്ചനും പറയുമായിരുന്നു, ഇനി നിങ്ങളൊന്നും വിഷമിക്കേണ്ട, നിങ്ങൾ അവളെ ഓർത്ത് കരയുകയും വേണ്ട, അവൾ വിശുദ്ധിയായിട്ട് ഈശോയുടെ എടുത്തുണ്ട്, ഇനി നിങ്ങൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, അവൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചോളും, അവൾ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോൾ നിങ്ങളുടെ നിയോഗങ്ങളും ആഗ്രഹങ്ങളും അവളോട് പറഞ്ഞോളാൻ അച്ഛൻ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. അതിൻ്റെ പ്രത്യക്ഷമായ അടയാളങ്ങൾ അനുഭവങ്ങളായി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കുടുംബങ്ങളിൽ തന്നെ കിട്ടി അല്ലേ? അതിനുശേഷം നിങ്ങളുടെ കുടുംബങ്ങളിൽ നിരവധി പേർക്ക് ഈ ദൈവാലയത്തോട് അടുക്കാൻ, വിശ്വാസത്തോട് അടുക്കാൻ, കുർബാനയോട് അടുക്കാനൊക്കെ ഒത്തിരി സഹായകരമായി. തീർച്ചയായിട്ടും. ഈ ബോച്ചൻ്റെ ഒരു സഹോദരൻ, പുള്ളി ഒരു കെട്ടിടം പണിക്കാരനാണ്, അങ്ങനെ സ്ഥിരമായിട്ട് പള്ളിയിൽ പോക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ ഈ അനുമോൾ പോയ ശേഷം അവർ സ്ഥിരമായിട്ട് പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുക. പോലെ തന്നെ അവിടുത്തെ ഇളയ മോന്, അവനെ ഞങ്ങൾ വീട്ടിൽ അപ്പു എന്നാണ് വിളിക്കുന്നത്, ടോമി എന്നാണ് പേര്. അവന് 2-3 തവണ അനുമോളെ ഇങ്ങനെ കാണാൻ പറ്റി. അവന് പല അനുഭവങ്ങൾ കിട്ടി. അതായത് ക്രിസ്മസ് രാത്രിയിൽ ഞങ്ങളെല്ലാവരും പള്ളിയിൽ പോയായിരുന്നെന്ന്. അപ്പോൾ ഈ ടോമിയുടെ ചേട്ടൻ ബൈബിള് കൈകൊണ്ട് എഴുതി, അന്ന് അവിടെ മാതൃസംഘക്കാരെല്ലാവരും ബൈബിൾ എഴുതി സമർപ്പിക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ മൂത്തയാൾ സ്കൂളിലൊന്നും പോകാതിരിക്കുന്ന ആളാണ്, വീട്ടിലിരിക്കുന്ന ആളാണ്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, മോനിങ്ങനെ ബൈബിൾ എഴുതിക്കോടാ സമയം കിട്ടുമ്പോൾ, ഫോൺ കേടായി പോയെന്ന് പറഞ്ഞ് ഒരു ദിവസം ഇങ്ങനെ വിറ്റത്തുടങ്ങും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഫോൺ കേടായി പോയെന്ന് കൊച്ചിനെ വിഷമിക്കുന്നു, കൊച്ച് ബൈബിൾ എഴുതിക്കോ, നമുക്ക് ക്രിസ്മസ് രാത്രി പള്ളിയിൽ ബൈബിൾ സമർപ്പിക്കുമ്പോൾ കൊച്ചിൻ്റെ ബൈബിൾ സമർപ്പിക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അവൻ എഴുതാൻ തുടങ്ങി. അവൻ പറഞ്ഞ ഭാഗങ്ങളെല്ലാം എഴുതി ആ ബൈബിൾ സമർപ്പിക്കുന്ന ദിവസമായിരുന്നു ക്രിസ്മസ് രാത്രി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പള്ളിയിൽ പോയത്. അപ്പം ഈ അനിയൻ ടോമി ഉണ്ടായിരുന്നു പള്ളിയിൽ. ഞങ്ങൾ ക്രിസ്മസ് രാത്രി സ്വാഭാവികമായിട്ടും അനുമോളില്ലാത്ത ആദ്യത്തെ ക്രിസ്മസാണ്. ഞങ്ങൾ 2 പേരും ഭയങ്കര സങ്കടത്തിലായിരുന്നു. ഞാൻ കുറേ സമയം കരയൊക്കെ ചെയ്തായിരുന്നു. കരഞ്ഞ് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം പിറ്റേ ദിവസം രാവിലെ ബോയ്ച്ചൻ ഇവിടെ ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് പോയി. ഞാൻ ഏറ്റവും കൂടുതലായിട്ടിരുന്ന് പള്ളിയിലിരുന്ന് കരഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ആ ഒരു ക്രിസ്മസ് ആയതുകൊണ്ട് അവളില്ലോ എന്നുള്ള ഒരു അന്നേരം ഞാനിങ്ങനെ ഈശോയുടെ ഇങ്ങനെ പ്രത്യേകം ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അവളെ ഒരു പ്രാവശ്യം ഒന്ന് കാണിച്ചു തരണേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നാണെങ്കിലും എനിക്ക് കാണാൻ പറ്റിയില്ല. അന്നേരം ചേട്ടൻ്റെ മോന് അപ്പൂസ ഈ ബിൻസി കുർബാന സ്വീകരിച്ചിട്ട് വരുന്നതിൻ്റെ പുറകെ ഇങ്ങനെ അനുമോൾ ഇങ്ങനെ വരുന്നതായിട്ട് അവൻ കണ്ടെന്നാണ് അവൻ അവകാശപ്പെടുന്നത്.
അപ്പോൾ അവൻ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ണ് തിരുമ്പി 2-3 പ്രാവശ്യം നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം എല്ലാം ഇങ്ങനെ അനുമോള് ചിരിച്ചുകൊണ്ട് ബിൻസിയുടെ പുറകെ വരുവാന്ന് വരുന്നതെന്ന് പറഞ്ഞു, കാണുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം സാറ് നിങ്ങളോട് പറയുക ഞാൻ ഞങ്ങളോട് പറയുക. ഈ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ കൂട്ടുകെട്ടുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സാധാരണ കുട്ടിയെ പോലെ അതോ? കൂട്ടുകാർ അവർക്കുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഫേവറേറ്റ് എല്ലാവരുമായിട്ട് കൂട്ടായിരുന്നു. ആൺപിള്ളേരും പെൺപിള്ളേരൊക്കെ ആയിട്ട് ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു. മെസ്സേജ് അയക്കുമായിരുന്നു, തമാശകൾ. ഞങ്ങൾ RCCയിലായിരുന്ന സമയത്താണെങ്കിലും അതുലെന്നും ഗോകുലെന്നും പറഞ്ഞ 2 പിള്ളേരുണ്ട്, തങ്കമണി സ്കൂളിലായി അനുമോള 8ലും 9ലും പഠിച്ചത്. അത് 9ലും 10ലും അതായിരുന്നു. അല്ല 10ാം ക്ലാസ്സിൽ അവൾക്ക് ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ മുടി മൊത്തം വരും. നല്ലപോലെ മുടിയുള്ള വെച്ചായിരുന്നു, ഇഷ്ടംപോലെ മുടി ഉണ്ടായിരുന്നു. അപ്പം മുടി പോയി കഴിയുമ്പോൾ ഒരു വിഷമം, പഴയ സ്കൂളിലേക്ക് അവൾക്ക് ഒരിക്കലും ഇങ്ങനെ അസുഖമാണെന്നോ അങ്ങനെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ആഗ്രഹമില്ലായിരുന്നു, അവൾക്കത് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് മുടി പോയി കഴിഞ്ഞപ്പോൾ മമ്മി ഇനി ഞാൻ തങ്കമണി സ്കൂളിൽ പോകുകയില്ല, അല്ലെങ്കിൽ ഞാൻ പഠിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൊച്ചു വിഷമിക്കേണ്ട, നമുക്കിവിടെ മുരിക്കാശ്ശേരി കൊണ്ടുപോയി ചേർക്കാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് മാറ്റിയത്. അപ്പോൾ ഈ തങ്കമണി സ്കൂളിൽ പഠിച്ചപ്പോഴത്തേക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർക്കെല്ലാം മെസ്സേജുകൾ അയക്കും. ഈ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്താണെങ്കിലും ഛർദിയും ക്ഷീണമൊക്കെ കുറഞ്ഞ്, ഈ കീമോ ചെയ്യുമ്പോൾ ഭയങ്കര ഛർദിയൊക്കെ ഭയങ്കര അവശതയായിരിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് കൂട്ടുകാർക്കെല്ലാം മെസ്സേജ് അയക്കും, എന്നെയും കാണിക്കും. ശരിക്കും കാണുമ്പോൾ നമുക്ക് ചിരി വരും. അതുപോലുള്ള നല്ല നല്ല തമാശകളൊക്കെ പറഞ്ഞുള്ള മെസ്സേജുകളൊക്കെ ആയിരുന്നു അയക്കുന്നത്. നല്ല സങ്കടങ്ങളൊന്നും പങ്കുവെക്കില്ലായിരുന്നു. സന്തോഷം ഇപ്പോഴും അവളുടെ വാട്സാപ്പിൽ, അവളുടെ കൂട്ടുകാരുടെ വാട്സാപ്പിൽ അവൾ അയച്ച വോയിസ് മെസ്സേജുകളെല്ലാം കിടപ്പുണ്ട്. ഞാനിടയ്ക്ക് കേൾക്കും. അവൾ എഴുതിയതെല്ലാം ഉണ്ട്. മരണശേഷം ഇങ്ങനെ ഈ കുട്ടികൾക്ക്, ഈ കൂടെ പഠിച്ച കുട്ടികൾക്ക്, അത് മറ്റ് സമുദായങ്ങളിൽപ്പെട്ടവരൊക്കെ കാണും, അവർക്കൊക്കെ എന്തെങ്കിലും ഈ അനുമോളോട് പ്രത്യേക സ്നേഹം കൂടുകയോ അല്ലെ എന്തെങ്കിലും അനുഭവങ്ങളുള്ളതായിട്ടൊക്കെ പറഞ്ഞു? ഞാൻ അങ്ങനെ കൂട്ടുകാരെ ആരും വിളിച്ചിട്ടില്ല. കാരണം കൂട്ടുകാർക്ക് സങ്കടമുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവരെ അങ്ങനെ വിളിച്ച് തരാൻ സംസാരിച്ചിട്ടില്ല. ഈ നമ്മുടെ അനുമോളെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു അഖില ടീച്ചറിന് നല്ലൊരു ആത്മബന്ധം അനുമോളോടുണ്ടായിരുന്നു. അനുമോൾക്ക് വേണ്ടി വേറെ പ്രാർത്ഥിക്കുകയും ചെയ്യുക. ആ ടീച്ചർക്ക് ഏതെങ്കിലും രീതിയിലുള്ളൊരു അനുഭവം ഈ ഇതിന് ശേഷം ഉണ്ടായതായിട്ട് പങ്കുവെച്ചു? ടീച്ചർ അതിന് ശേഷമല്ല, ടീച്ചർ ആ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എന്നോട് പറഞ്ഞത്, അനുമോളെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്നായിരുന്നു. കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വരും. ഇടയ്ക്ക് വന്ന് കണ്ട് സംസാരിച്ച് കുറേ സമയം അവിടെ ഇരിക്കും. അന്നേരം ഒരു ദിവസം ഒത്തിരി നേരം ഇവളങ്ങ് സംസാരിച്ചു, വാവൂട്ടാതെ ഏതാണ്ടെല്ലാം പറഞ്ഞ് അവർക്ക് ചിരിക്കുന്നൊക്കെ കേൾക്കാറ്. ഞാൻ പുറത്തിറങ്ങി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചറിനോട് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു 60 വയസ്സുള്ള ഒരു അമ്മച്ചി ക്യാൻസറായിട്ട് കിടപ്പുണ്ട്. ആ അമ്മച്ചിയാണെങ്കിൽ എപ്പോഴും കരച്ചിലും വിലാപവും, ഭയങ്കര സങ്കടമാണ് അമ്മച്ചിക്ക്. ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോയി. അനുമോൾ ഇത്രയും ചെറുപ്പമാണ്, 16 വയസ്സല്ലേ ഉള്ളവൾക്ക്, എന്നിട്ടും അവളെന്ത് ഹാപ്പിയാണ്, ഇത്രയും സന്തോഷത്തോടെ എങ്ങനെ ഈ കൊച്ചിന് സംസാരിക്കാൻ പറ്റുന്നതെന്ന് ഞാൻ ഓർത്തു. എനിക്കിത് ചെന്ന് അമ്മച്ചിയോട് നല്ല അനുമോളെക്കുറിച്ചൊന്ന് പറയണം, അന്നേരം അമ്മച്ചിക്ക് സമാധാനം കിട്ടും, അമ്മച്ചിക്ക് ആശ്വാസം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ ഒത്തിരി സന്തോഷത്തോടെ ഹോസ്പിറ്റലിൽ. രോഗാവസ്ഥയിൽ ഇത്രമാത്രം സന്തോഷത്തിൽ നിൽക്കുന്ന അനുമോൾ വലിയ അനുഭവമായി ടീച്ചർക്ക് മാറി അല്ലേ? അനുമോൾക്ക് ക്യാൻസർ എന്ന മാരകമായ ഒരു രോഗമുണ്ടെങ്കിലും ഒരിക്കലും അതിൻ്റെ ഒരു വേദനയോ ബുദ്ധിമുട്ടോ ഒരിക്കലും അനുമോൾ കാണിച്ചിട്ടില്ല. അതിനേക്കാൾ ഉപരിയായി രോഗം മൂർച്ഛിച്ച അവസ്ഥയിലാണ് ഞാൻ അനുമോളെ കൂടുതൽ അടുത്തറിയുന്നത്. മുരിക്കാശ്ശേരി സ്കൂളിലെ അധ്യാപിക എന്ന നിലയിൽ മുരിക്കാശ്ശേരിയിലായിരുന്നത് കൊണ്ട് തന്നെ മുരിക്കാശ്ശേരി ഹോസ്പിറ്റലിൽ വെച്ച് അനുമോളെ കാണാനായിട്ടുള്ള സാഹചര്യങ്ങൾ എനിക്ക് അടുത്തടുത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനുമോളെ കാണാൻ ചെല്ലുമ്പോൾ എപ്പോഴും അനുമോൾ പറയുന്നത്, ഒരു വേദനയോടെ ദുഃഖത്തോടെ എന്തെങ്കിലും നമ്മളോട് പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച് ചെല്ലുമ്പോൾ വളരെ പ്ലസൻ്റായിട്ട്, ഒരിക്കലും മറ്റുള്ളവരിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി അനുമോൾക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ടീച്ചർ, എനിക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല, സങ്കടമില്ല. എന്ത് വന്നാലും അത് ഈശോ അനുവദിച്ചിട്ട് ഈശോ തന്നതുകൊണ്ട് എനിക്ക് ഒരു വിഷമവും ഇല്ല, എനിക്ക് വേദനയില്ല. ബാക്കിയുള്ളവരുടെയൊക്കെ വേദനകൾ RCCയിലൊക്കെ ചെല്ലുമ്പോൾ മറ്റുള്ളവരുടെ വേദനകൾ കാണുമ്പോൾ എൻ്റെ വേദന വെറും നിസ്സാരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോഴാണ് എന്ന് പറഞ്ഞ് ഈശോ എൻ്റെ കൂടെയുണ്ട്. കുർബാന സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥ വചനഭാഗങ്ങളൊക്കെ എഴുതുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ടീച്ചറെ. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, എനിക്ക് ഒന്നിനെക്കുറിച്ച് സങ്കടമില്ല എന്ന് പറഞ്ഞ് എപ്പോഴും ധൈര്യത്തോടെ സന്തോഷത്തോടെ മാത്രം, എന്നാൽ തികഞ്ഞ ശാന്തതയോടെ പക്വതയോടെ ഒരു 15 വയസ്സുകാരി അല്ലെങ്കിൽ ഒരു 17 വയസ്സുകാരിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മച്യൂരിറ്റി എപ്പോഴും അനുമോളിൽ കാണാൻ സാധിച്ചു. പിന്നെ ഒരു അധ്യാപിക എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കുള്ള ഓരോ പ്രശ്നങ്ങളെയും ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് വിചാരിച്ച് ഒരു ദിവസം അനുമോളുടെ അടുത്ത് ചെന്നാൽ നമുക്കുള്ള വിഷമങ്ങളൊക്കെ എത്ര നിസ്സാരമായി, ഈ ഒരു കുഞ്ഞിൻ്റെ പക്വത പോലും എനിക്കുണ്ടായില്ലല്ലോ എന്ന് ചിന്തിക്കാനായിട്ട് പല ദിവസങ്ങളും എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. അനുമോൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം വിശുദ്ധ കുർബാന സ്വീകരിക്കുക, ഈശോയെ കൂടുതൽ അടുത്തറിയാനായിട്ട് സാധിക്കുക എന്നുള്ളതായിരുന്നു. അപ്പം അനുമോൾ ഇത് പറയുമ്പോഴാണ്, സൺഡേ സ്കൂൾ അധ്യാപികയാണെങ്കിൽ പോലും ഞാൻ ചെയ്യാമായിരുന്ന, എനിക്ക് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഞാൻ ചെയ്യാത്ത പല കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ചിന്തിച്ചത് അപ്പോഴാണ്. മറ്റുള്ള കുട്ടികൾക്ക് മാതൃകയാവേണ്ട എനിക്ക് എൻ്റെ കുട്ടി ഒരു മാതൃകയായത് അപ്പോഴാണ്.
വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് അതുപോലെ ആഗ്രഹിച്ച് ഈശോയെ സ്വീകരിച്ചു കഴിയുമ്പം ഈശോ നൽകുന്ന ആ ഒരു ധൈര്യത്തെക്കുറിച്ച്, ബലത്തെക്കുറിച്ച്, അതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ഊർജ്ജത്തെക്കുറിച്ച് അനുമോള് പറയുമ്പോൾ എനിക്ക് ചെറിയ ഒരു അസ്വസ്ഥത, ഒരു അസൗകര്യം വരുമ്പോൾ ഞാൻ മാറ്റിവെച്ച വിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം വിലപ്പെട്ടതായിരുന്നു, അതിന് ഞാൻ കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്തില്ല എന്ന ഒരു വലിയ പാഠം ഞാൻ പഠിച്ചത് അനുമോളിൽ നിന്നാണ്. അപ്പോൾ അനുമോള് വളരെയധികം വിശുദ്ധ കുർബാനയെ സ്നേഹിച്ചിരുന്നുവെന്ന് ഓരോ കാര്യങ്ങളും, പക്ഷേ ഒരിക്കലും വാചാലമായിട്ട് മറ്റൊന്നിനെക്കുറിച്ച് സംസാരിച്ചില്ല. ഈശോയെക്കുറിച്ച്, വചനത്തെക്കുറിച്ച്, അതുപോലെ ദിവ്യകാരുണ്യത്തെക്കുറിച്ച്, ആ സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷത്തെക്കുറിച്ച് ഒരുപാട് അനുമോള് സംസാരിക്കാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ അന്ന് അവിടെ ആശുപത്രിയിലുള്ള സിസ്റ്റർമാരെല്ലാം പറയുമായിരുന്നു ഇവിടെ എന്തുമാത്രം സന്തോഷവതിയായിട്ടായിരിക്കുന്നതെന്ന് ചോദിക്കുമായിരുന്നു. അല്ല, അതിൻ്റെ കാരണമായിരിക്കും മറ്റേ നമ്മുടെ ബിബിനച്ചനോട് പങ്കുവെച്ചത്. അതെ, അതായത് തൻ്റെ സഹനങ്ങളെ ഈശോയുടെ സഹനം കൂടി ചേർത്ത് വെച്ചപ്പോൾ പിന്നെ ഇവൾക്ക് വേദനകളില്ലല്ലോ. ഓരോ വേദന അവൾക്ക് നമ്മുടെ വിശുദ്ധ അൽഫോൻസായെ പോലെ ഓരോ വേദനകളും അവൾ സന്തോഷകരമായിട്ട് കണ്ടു. അത് ഈശോയുടെ കുരിശിനോട് ചേർത്ത് അവളുടെ വേദനകൾ വെച്ചിട്ടുണ്ടാവും. അത് ലാസ്റ്റൊക്കെ അത് ഇവിടുന്ന് അത് കഴിഞ്ഞ് മുരിക്കാശ്ശേരി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അവളോട്, നമുക്ക് തിരുവല്ലയിൽ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അത് പപ്പ പോയാൽ മതി, ഞാൻ വരികയില്ല എന്ന് പറഞ്ഞു. ഇനി എന്നെ ഒരു ആശുപത്രിയിലേക്കും കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. അത് RCC രണ്ടാമത് പോന്നപ്പോഴേ പറഞ്ഞു ഇനി എന്നെ കീമോയും റേഡിയേഷൻ എന്ന് പറഞ്ഞ് എന്നെ ഒരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ചികിത്സിക്കുകയും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരർത്ഥത്തിൽ അവൾ മരണത്തെ സ്വാഗതം ചെയ്തു, ഈശോയുടെ സന്നിധിയിലേക്ക് പോകാനായിട്ട് അവൾ ഒരുങ്ങി, അത് ഡോക്ടർ തന്നെ അവൾ സ്വാഗതം ചെയ്തു നമുക്ക് മനസ്സിലായി. RCC അവിടെ ചികിത്സ ഡോക്ടർ സുഗീതായിരുന്നു. അപ്പോൾ സുഗീത് സാറ് ലാസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനുമോളോട് അവകാശം പറഞ്ഞു, അനുമോളെ ഇങ്ങനെ രോഗം രണ്ടാമത് മോൾക്ക് ഇത് രോഗത്തിൻ്റെയാണ് നമ്മൾ കൗണ്ട് കൂടി കാണുന്നതെന്നൊക്കെ പറഞ്ഞു. അവളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കുന്നില്ല വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അന്നേരം ഡോക്ടറും പറഞ്ഞു അവൾ രണ്ടും കൽപ്പിച്ച എന്ന് പറഞ്ഞു. ഡോക്ടർ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം പിറ്റേ ദിവസം SSLC പരീക്ഷ എഴുതേണ്ട കുട്ടിയെ മോഡൽ എഴുതിയിട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് സാറിൻ്റെയും കണ്ണൊക്കെ നിറഞ്ഞു. എന്നാൽ പോലും സാർ അതെല്ലാം അവളെ കാണിക്കാതെ ചിരിച്ചുകൊണ്ട് പറഞ്ഞാൽ അനുമോളെ രണ്ടും കൽപ്പിച്ചാന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അവിടെ നിന്ന് അന്നേരം പോരും. അത് എന്നോട് പറഞ്ഞു ഇനി എന്നെ ഒരു ട്രീറ്റ്മെൻറ്റിനും കൊണ്ടുപോകണ്ട, കീമോയും ചെയ്യേണ്ട, റേഡിയേഷനും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. സാധാരണപ്പെട്ടവരെല്ലാം മരണം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ഭയപ്പെടുത്തുന്ന ഒരു കാര്യം കൂടെയാണ്. അത് ഈ പ്രായത്തിൽ ഭയമില്ലാതെ മാത്രമല്ല അതിനെ സ്വാഗതം ചെയ്തു എന്ന് പറയുമ്പോൾ ദൈവത്തോട് അത്രമാത്രം അഭേദ്യമായൊരു ബന്ധം കുട്ടികളുണ്ടായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും രോഗിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ട് അവൾ ഈശോയോട് കൂടുതൽ അടുക്കാൻ തുടങ്ങിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അങ്ങനെ അത്രയും ധൈര്യത്തോടെ പറയുമല്ലോ. ഇപ്പം ഞാനാണെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ അനുമോളോട് പറയും മോക്ക് എന്തിനാ അസുഖം വന്നു, മമ്മിക്ക് വന്നാൽ മതിയായിരുന്നു ഈ അസുഖം എന്ന് പറയും. ഒന്ന് പോകും മമ്മിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ മമ്മി ഇതിനു മുമ്പേ തട്ടിപ്പോയി, മമ്മിക്ക് പേടിയല്ലേ, എനിക്ക് ഉള്ള ധൈര്യമൊന്നും മമ്മിക്കില്ലെന്ന് പറയുന്നു. ഇവിടെ ആത്മീയ വളർച്ചയ്ക്ക് അവസാന കാലഘട്ടത്തിൽ ഈ ബീബിനച്ചനായിരിക്കും ഏറ്റവും അതെ അതെ അച്ഛൻ്റെ പ്രാർത്ഥനകളും സാമീപ്യവും. അച്ഛൻ വരുന്നതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അച്ഛൻ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അച്ഛനടുത്ത് വന്ന് അറിയാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ കാരണം എല്ലാം ഒന്നും ഞാൻ പറയില്ല, ഞങ്ങൾക്ക് സങ്കടം വരുമോയെന്ന് പറഞ്ഞിട്ടായിരിക്കും അവൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളോടൊന്നും പറയത്തില്ലായിരുന്നു. അല്ല, ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഈശോയുടെ പ്രതിപുരുഷൻ എന്ന നിലയിൽ കൂടുതൽ ബന്ധങ്ങളുണ്ടാവും. ഈശോയോടുള്ളൊരു ബന്ധം പോലെ അച്ഛനോടൊരു ബന്ധവും, അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ടാവും. അച്ഛൻ വന്നടുത്തിരിക്കുന്നവർക്ക് ഭയങ്കര ആശ്വാസവും സന്തോഷമായിരുന്നു. നമ്മളൊക്കെ ഈ സാധാരണ ഒരു വിശ്വാസ ജീവിതത്തിലുള്ളവരാണ്, സാധാരണക്കാരാണ്. പള്ളിയിൽ പോകുന്നു, അത്യാവശ്യം പ്രാർത്ഥിക്കുന്നു, അങ്ങനെയൊക്കെ പോകുന്ന കുടുംബങ്ങളാകും. ഈ മോളുടെ ഈ കടന്നുപോക്കിന് ശേഷം നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ദൈവത്തിലുണ്ടായ പ്രത്യേകമായ അനുഭവങ്ങൾ എന്തെങ്കിലും അനുഭവിക്കാനുണ്ടോ? അത് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഭയങ്കര മാറ്റം ഉണ്ടായി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവൾ ആശുപത്രി കിടക്കുന്ന പോലായിരുന്നു. ഞാനിങ്ങനെ ആദ്യമായിട്ട് അവൾക്ക് ഈ രോഗം വരുന്നതിന് തൊട്ട് മുമ്പ്, അതായത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ വലിയ നോയമ്പ് തുടങ്ങുന്നു. അന്നേരം ഞാനിങ്ങനെ അവൾക്ക് വേണ്ടൊരു നിയോഗം എടുത്ത് എന്നാൽ 50 ദിവസം പള്ളിയിൽ പോയേക്കാം. അപ്പം ഞാനതിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒത്തിരി പള്ളിയിലൊന്നും പോകുന്ന ആളൊന്നും അല്ലായിരുന്നു. ഞായറാഴ്ച അല്ല രോഗം അറിഞ്ഞു കഴിഞ്ഞ് ഞാനങ്ങനെ ഒരു ഒത്തിരി വലിയൊരു പ്രാർത്ഥനയിലോട്ടൊന്നും പോയിട്ടില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് കൂടും, എല്ലാ ഞായറാഴ്ച പള്ളിയിലും പോകും, അങ്ങനെ അത്രേ ഉള്ളായിരുന്നു. പക്ഷേ ഇവക്ക് രണ്ടാമത് അസുഖം വരുന്നതിന് തൊട്ട് മുമ്പ് അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുക, അപ്പോൾ ഇവക്ക് വേണ്ടിയിട്ട് നിയോഗം എടുത്തങ്ങ് പ്രാർത്ഥിച്ചേക്കാം. അപ്പോൾ ഇവക്ക് രണ്ടാമത് അസുഖം വരുമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. എന്നാൽ കൊച്ചിന് വേണ്ടി ഈ 50 ദിവസം നോയമ്പെടുത്ത് 50 ദിവസം പള്ളിയിലും പോയി അങ്ങ് പ്രാർത്ഥിച്ചേക്കാന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ പള്ളിയിൽ പോകാൻ തുടങ്ങി. എന്നിട്ട് പള്ളിയിലൊക്കെ പോയി അപ്പോൾ ഈ പള്ളിയിൽ പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇവക്ക് രണ്ടാമത് അസുഖം വരുന്നത്. അപ്പോൾ അസുഖമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എനിക്ക് അന്നേരം സങ്കടമായി. ഞാനങ്ങനെ ഇങ്ങനെ നിയോഗം എടുത്തിട്ട് ഇവക്ക് രണ്ടാമത് അസുഖം വന്നല്ലോ. എന്നിട്ട് ഞാൻ പള്ളിയിൽ പോക്കൊന്നും മുടക്കില്ല. ഞങ്ങൾ ഇവിടുന്ന് തിരുവനന്തപുരത്തിന് പോവുകയാണെങ്കിലും ഞാൻ അവിടെ റൂമിൽ ചെന്നിട്ട്
ചിലപ്പോൾ ഞങ്ങൾ 5 മണിയൊക്കെ ആകുമ്പോൾ അവിടെ ചെല്ലും. ഞാൻ എന്നിട്ട് പെട്ടെന്ന് ഡ്രസ്സ് മാറി അവിടെയുള്ള ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് ഓടുകയുള്ളായിരുന്നു. ഞാൻ കുർബാന മുടക്കില്ല, 50 ദിവസത്തെ കുർബാന ഞാൻ മുടക്കിയില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഞാനങ്ങനെ കുർബാന മുടക്കിയിട്ടില്ല തുടർച്ചയായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടി ഞാൻ ജപമാല എല്ലാം തുടങ്ങും. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ മുട്ടതെന്ന് ജപമാല എല്ലിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഭയങ്കര സുഗന്ധാഭിഷേകം ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നേരം അൽഫോൻസ ഹോസ്പിറ്റലിൽ കിടക്കുക. അപ്പോൾ ഇങ്ങനെ സുഗന്ധാഭിഷേകം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സുഗന്ധാഭിഷേകം. അത് കഴിഞ്ഞ് എപ്പോഴും, അതായത് ഞാൻ പിന്നെ ഇവിടെ ഇങ്ങനെ ജപമാലയൊക്കെ ചെല്ലാൻ തുടങ്ങി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഞാൻ പള്ളിക്ക് ചെന്ന് കഴിഞ്ഞാൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും എന്നെ ഇങ്ങനെ ഒരു സുഗന്ധം ഇങ്ങനെ, അതിന്നും അതെ. അപ്പോൾ അതങ്ങനെ ഒരു ഭയങ്കര എൻ്റെ ഒരു ജീവിതത്തിൽ എനിക്കൊരു ഭയങ്കര അനുഭവമാണ്. അപ്പം അത് അവളിലൂടെ എനിക്ക് കിട്ടിയൊരു അനുഗ്രഹമാണ്. അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ ഈയിടെ മറ്റേ സജിത് ബ്രദറിൻ്റെ ധ്യാനം കൂടാനായിട്ട് പോയി കഴിഞ്ഞപ്പം അവിടെ ചെന്ന് ഇങ്ങനെ ഇരുന്ന് അന്ന് ദിവ്യകാരണം എഴുന്നള്ളിച്ച് വെച്ച് കഴിഞ്ഞപ്പം ആരാധനയുടെ സമയത്ത് ഞാനിങ്ങനെ ഈശോയുടെ മുഖം ഞാനിങ്ങനെ ആ ദിവ്യകാരണത്തെ കാണുക. അപ്പോൾ എനിക്കതന്ന് എൻ്റെ കയ്യിൽ ഇങ്ങനെ മൊബൈലൊന്നും ഇല്ലല്ലോ. അപ്പം മൊബൈല് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സത്യമായിട്ടും ഞാനതിൻ്റെ ആ ഒരു ഫോട്ടോ ഇങ്ങനെ ഞാൻ എടുത്ത് വെച്ചേനെ. എനിക്ക് ആ ഒരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ എനിക്കങ്ങനെ ഈശോയെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റി. അപ്പോൾ അത് അനുമോളിലൂടെ എനിക്ക് കിട്ടിയൊരു അനുഗ്രഹമാണ്. എനിക്കൊരു ഭയങ്കര ഒരു വിശ്വാസവും പ്രാർത്ഥനയും ദിവ്യകാരണത്തോടും കുടുംബ പ്രാർത്ഥനയോടും. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവളുടെ ഈ മരണശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈയിടെ ഒരു ദിവസം ഇങ്ങനെ പള്ളിയിൽ ചെന്നിങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം ഇപ്പോൾ എന്നും ഇങ്ങനെ പള്ളിയിൽ ചെല്ലുമ്പം ഇവളുടെ ഒരു ഓർമ്മയും ഒരു സങ്കടം ഉണ്ടല്ലോ. അപ്പം ഞാനിങ്ങനെ പള്ളിയിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ഇങ്ങനെ കറണ്ട് പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അൾത്താരയിൽ ഒരു ചെറിയ ലൈറ്റ് മാത്രമേ ഉള്ളല്ലോ. അപ്പം ഞാനിങ്ങനെ ഈശോയുടെ ഇങ്ങനെ ക്രൂശിത രൂപത്തിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് കാണും ഇങ്ങനെ ഈ അനുമോളുടെ മുഖം ഇങ്ങനെ ഈ ഈശോയുടെ ഈ വയറിൻ്റെ ഇവിടെ, ഈ ഹൃദയത്തിൻ്റെ ഇവിടെയായിട്ട് ഞാനിങ്ങനെ കാണുക. അപ്പോൾ എനിക്കത് തോന്നലെന്ന് പറഞ്ഞു കഴിയുമ്പം നമുക്കത് 1 സെക്കൻഡ് കൂടുതൽ അല്ലെങ്കിൽ 1 മിനിറ്റ് കൂടുതൽ നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ കറണ്ട് ഇങ്ങനെ പോയി. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, എന്നതാണേലും ഞാനെന്നും ഇങ്ങനെ ഇത് അനുമോളുടെ ഇതിനെ പ്രാർത്ഥിക്കുന്നതാണല്ലോ. അനുമോളുടെ ആണ്ടിന് തൊട്ട് 2 ദിവസം മുമ്പാണ്. അപ്പം ഇവിടെ എനിക്കൊന്ന് കാണിച്ചു തരണമെന്ന് ഞാനിങ്ങനെ എല്ലാ ദിവസവും പറയുന്ന ഈശോയുടെ. അപ്പം അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഞാനിങ്ങനെ ആ മുഖത്തിലോട്ട് തന്നെ ഇങ്ങനെ കുർബാന തീരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു, മോനെ പപ്പായ എന്നെ ആണെങ്കിലും നിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. കറണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പപ്പായ്ക്ക് നിന്നെ കാണാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് കുർബാന തീർന്നു കഴിയുമ്പോഴത്തേനും കറണ്ട് വന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിങ്ങനെ ഇവളെ കണ്ടു. ഇങ്ങനെ അവളുടെ ആ ഹെയർ ബാൻഡ് വരെ എനിക്കിങ്ങനെ കാണാം, തല വെച്ചേക്കുന്ന ഹെയർ ബാൻഡ് വരെ എനിക്കിങ്ങനെ കാണാം. അങ്ങനെ കണ്ട് ഞാനിങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും, അതായത് കുർബാന തീരുകയും കറണ്ട് വരും ഒപ്പമായിരുന്നു. മുഴുവനായിട്ട് ഞാനിങ്ങനെ അവളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, കാണാൻ പറ്റി. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു അത്. അതായത് ഈശോയോട് കൂടുതൽ അടുക്കാനും വിശ്വാസം കൂടുതലായി ആഴപ്പെടാനും. അതുപോലെ അമ്മയ്ക്കും എന്തെങ്കിലും രീതിയിലുള്ള അനുഭവങ്ങൾ ഇതിന് ശേഷം ഉണ്ടായിട്ടുണ്ടോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രകടമായിട്ട് അങ്ങനെ അവളെ കാണുമോ അങ്ങനെയൊന്നും ചെയ്തില്ല. പക്ഷേ എന്നാലും എൻ്റെയും വലിയൊരു ആഗ്രഹവും പ്രാർത്ഥനയായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് കുറച്ചുകൂടിയൊക്കെ പ്രാർത്ഥനയിലും ആത്മീയതയിലേക്ക് കുറച്ചുകൂടി വളർന്നു വരണമെന്നുള്ള ഭയങ്കര ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊന്നും എൻ്റെ കൂടെ പള്ളി വരാറില്ലായിരുന്നു. കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇസ്രായേലിൽ പോയി കഴിഞ്ഞപ്പോഴാണ് അതൊക്കെ പള്ളിയിൽ പോകാനൊക്കെ തുടങ്ങിയത്. അനുമോള് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തും എബിനച്ചനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് എന്നാണെങ്കിലും എൻ്റെ അസുഖം വന്നതിൽ ഏറ്റവും സന്തോഷം എൻ്റെ പപ്പായ്ക്ക് ഉണ്ടായ മാനസാന്തരമാണ്. അവള് പറഞ്ഞായിരുന്നു, പപ്പ ഒത്തിരി പ്രാർത്ഥിക്കാൻ തുടങ്ങി, അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് അസുഖം വന്നാലും സാരമില്ല, എൻ്റെ പപ്പായ്ക്ക് ഒത്തിരി പ്രാർത്ഥിക്കാനുള്ള കഴിവ് കിട്ടി, പപ്പ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അതെൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എന്നുള്ള അച്ഛനോട് പറഞ്ഞായിട്ട് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞായിരുന്നു. ഏതൊരു ഓശാനയുടെ എന്തോ ഒരു ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. കഴിഞ്ഞ 2024 ഓശാന ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോയപ്പോൾ സ്വാഭാവികമായിട്ടൊരു അമ്മയെ സംബന്ധിച്ച് ഒരു വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ നമ്മുടെ കുഞ്ഞ് നമ്മുടെ കൂടെ ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടം വരും. അപ്പോൾ ഓശാന ഞായറാഴ്ച പള്ളിയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഓല മേടിച്ച് കഴിഞ്ഞപ്പോൾ ആ ഓലയും കൊണ്ട് ഞാൻ കല്ലറയിൽ പോയി. എല്ലാ ദിവസവും പൂവും മെഴുകുതിരിയൊക്കെ ആയിട്ട് അവളുടെ അടുത്ത് പോകുന്നത്. അപ്പോൾ അന്ന് ഓല കിട്ടിയപ്പോൾ ഓലയും കൊണ്ട് പോയി ഓല കൊണ്ട് അവളുടെ കല്ലറയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. ഞാൻ മിണ്ടാതെ ഇവിടെ നിന്ന് ഇവരെല്ലാം പ്രാർത്ഥിച്ചപ്പം കൂടെ നിന്നിട്ട് ഞാൻ കയറി പോരുവരെ. അന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ, അപ്പോൾ എല്ലാ ദിവസവും രാവിലെ രാവിലെ ചായ കൂടി കഴിയുമ്പോൾ ചേട്ടൻ്റെ വീട്ടിലേക്ക് വെറുതെ ഒരു സന്ദർശനത്തിന് വരവുണ്ട്. അന്ന് വന്നേച്ച് തിരിച്ച് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടൻ്റെ മോൻ അപ്പു ഇന്നലെ ഇങ്ങനെ രാത്രി സ്വപ്നം കാണുക,
അമ്പ ഇങ്ങനെ ഒരു കുരിശോല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അമ്പയെന്നാണ് ഞങ്ങളവളെ വീട്ടിൽ വിളിക്കുന്ന അനുമോളെ. എന്ന് പറഞ്ഞ അമ്പ ഇങ്ങനെ ഒരു കുരുത്തോലയും കയ്യിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. അവളുടെ ഇടത്തെ കയ്യാൽ ഒരു ഇങ്ങനെ ലൂസായിട്ട് കൈയുള്ള ഒരു ലോഹയുടെ കൈ പോലത്തെ ലൂസായിട്ടുള്ള കൈയുള്ള ഒരു കൈ ഇങ്ങനെ അവളുടെ കയ്യെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മറ്റേ കയ്യിൽ അവളിങ്ങനെ ഓല ഉയർത്തി സഹോദരന്റെ മകനാണ് സഹോദരന്റെ മകനാണ് കണ്ടത്. അങ്ങനെ സ്വപ്നത്തിൽ കാണുവാന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ഓലയും പൊക്കി പിടിച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അന്നേരം മറ്റേ കയ്യിൽ ഇങ്ങനെ ഒരു കൈ അവളെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതലൊരു ആശ്വാസം. ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ആരെങ്കിലും പറയുമ്പോഴാണ് ഞങ്ങളിങ്ങനെ ഈ തളർന്നു പോകുന്നത്. ഞങ്ങളുടെ മനസ്സൊന്നുകൂടെ ഒന്ന് എന്നാ പറഞ്ഞു ജ്വലിച്ച് സഹോദരന്റെ മകൻ അറിയത്തില്ല ഇങ്ങനെ നമ്മൾ കല്ലറയിൽ ഈ ഓല വെച്ച് പ്രാർത്ഥിച്ചൊന്നും അറിയത്തില്ല. അവൻ കണ്ടായിരുന്നു. അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ. ചിലപ്പോൾ അവനത് ഓർത്ത് കിടന്നിട്ടോ എന്തായാലും അവനങ്ങനെ ദർശിക്കാൻ അവൻ പറഞ്ഞ അങ്ങനെ ഇടത്ത് കയ്യിൽ ഒരാളെ പിടിച്ചിട്ടും ഉണ്ടെന്ന് പറഞ്ഞു. അവളുടെ മറ്റേ കയ്യിലുള്ള ഓലയും പിടിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ കൊടുത്ത ഓലയൊക്കെ ഈശോ എടുത്ത് അവൾ സ്വീകരിച്ചിട്ടുണ്ട്. അതൊക്കെ മതി നമുക്കൊരു മാതാപിതാക്കളെ സംബന്ധിച്ച്. അത് മതി. അതുപോലെ അവസാന ദിവസം ഇവളിങ്ങനെ സംസാരിക്കുന്ന ഒരു വാക്യം ഇതാണ്. വെച്ചാൽ ഞാനിവൾ മെയ് 4 വൈകുന്നേരം പള്ളിയിൽ ചെല്ലുകയാണ്. അപ്പോൾ ഇവളുടെ സഹോദരിയുടെ ആദ്യ കുർബാനയ്ക്കൊക്കെ ആയിട്ട് ഒരുങ്ങുന്ന പള്ളിയിൽ ആദ്യ കുർബാന സ്വീകരണം നടക്കുന്ന ദിവസങ്ങളാണ്. അപ്പോൾ ഞാനതിന് വൈകുന്നേരം അതിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ചെന്ന് ഇവളെ കണ്ട് ആദ്യ കുർബാനയ്ക്കൊക്കെ വരണ്ടേ. അപ്പോൾ പറഞ്ഞു വെച്ചാൽ വേണ്ട ഞാനിവിടെ ഇരുന്ന് കൂടിക്കോളാം എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഇവൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച് അത് കഴിഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവൾ ആദ്യം പറയുന്ന വാക്യം ഇതാണ്. ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ എന്നോട് പറയുന്ന വാക്യം ഇതാണ്. അച്ഛാ ഞാൻ ഈശോയുടെ ആകും കേട്ടോ, എൻ്റെ ശരീരവും രക്തവും ഈശോയുടെ ആകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ആകണമല്ലോ, അതിനുവേണ്ടിയല്ല നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അതാണ് ഇവൾ മരണത്തെ പുഞ്ചിരിയോടെ സ്വീകരിക്കുന്ന ഒരു വാക്യം. തലേദിവസം രാത്രി പറയുന്ന വാക്യമാണ്. അന്ന് രാത്രിക്കാണ് ഇവൾ മരിക്കുന്നത്. അപ്പോൾ മരിക്കുന്ന നിമിഷങ്ങളിൽ പോലും അവരുടെ അടുത്ത് നിന്നവർ സാക്ഷ്യപ്പെടുത്തുന്നത് യാതൊരു ഭയപ്പാടോ അസ്വസ്ഥതയോ ഇല്ല. ഈശോയെ മാതാവിനെ കണ്ട ആനന്ദത്തോടെയാണ് അവൾ മരിക്കുന്നത്. ഈ മരണവാർത്ത അറിഞ്ഞ് ഓടിച്ചെല്ലുമ്പോൾ പോലും ഒരു ഒരുക്കങ്ങൾക്ക് മുമ്പും ഒരു മാലാഖ എങ്ങനെ കിടക്കുന്നോ ആ തേജസ്സോടെയാണ് ആ കുഞ്ഞിനെ അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ അന്ന് എനിക്ക് പെട്ടെന്നത് ഞാനിത് പ്രതീക്ഷിച്ചത് സൗഖ്യമായിരുന്നു. പക്ഷേ അതിലും അപ്പുറം വലിയൊരു സാക്ഷ്യമായിട്ട് അവളുടെ വിശ്വാസാനുഭവം മാറി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവൾക്ക് വേണ്ടി പിറ്റേ ദിവസം ബഹുമാനോട് ജോർജ് അച്ഛൻ എന്നോട് പറഞ്ഞു അച്ഛന് അവളെക്കുറിച്ച് സന്ദേശം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകപ്പാടെ ഒരു വിഷമമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ എന്ത് പറയണമെന്ന് ആകപ്പാടെ അസ്വസ്ഥതയാണ്. അപ്പോൾ ഞാൻ പള്ളിയിൽ ചെന്നിരുന്ന് ബൈബിള് തുറക്കുമ്പം എനിക്ക് കിട്ടിയത് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലെ 3-ാം അധ്യായമാണ്. അവിടെ നീതിമാൻ്റെ സഹനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ കാഴ്ചയിൽ നീതിമാന് ഉപേക്ഷിക്കപ്പെട്ടവനായിട്ടും ഒത്തിരിയേറെ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നവനുമായിട്ട് കാണുമ്പോഴും അവൻ ദൈവസന്നിധിയിൽ വിലയുള്ളവനായിട്ട് വരുന്നു, ഉയർത്തപ്പെടുന്നു എന്നുള്ളൊരു ചിന്തയാണ് ആ വചനം കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഇവളുടെ ജീവിതത്തെക്കുറിച്ച് കണ്ട ഒരു കാര്യം. ഒരു വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണ്. അന്ന് ഞാൻ കൂടിയ ആ ജനത്തോട് പറഞ്ഞു ഈ ഒരു മരണത്തിൻ്റെ നമ്മൾ മരണത്തിൻ്റെ വിലാപയാത്ര ഇതൊരു തിരുനാൾ പ്രദക്ഷിണം പോലെ, തിരുനാൾ പ്രദക്ഷിണം ഒരു വിശുദ്ധൻ്റെ വിശ്വാസത്തിന് നമ്മൾ ഏറ്റുപറയുന്നതാണ് എന്നതുപോലെ ഇവളുടെ വിശ്വാസത്തിൻ്റെ ഒരു സാക്ഷ്യമായിരിക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം ഇവളുടെ മരണശേഷമാണ് കൂടുതൽ വ്യക്തമായ ഇവളുടെ ദിവ്യകാരുണ്യ അനുഭവങ്ങൾ ഇവളുടെ കുടുംബത്തിൽ പ്രകടമായെന്നുള്ളതാണ്. അവളുടെ ജീവിതം കൊണ്ട് അവസാനിച്ചില്ല. അന്ന് തൊട്ട് ഇവളുടെ അപ്പൻ്റെ കുടുംബത്തിലും അമ്മയുടെ കുടുംബത്തിലും ഇവരുടെ വ്യക്തി ജീവിതങ്ങളിലും ഈ ദിവ്യകാരുണ്യം വളരെ സ്വാധീനം ചെലുത്തി. വിശുദ്ധ കുർബാനയോട് ചേർന്ന് ദൈവായിക്യത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബങ്ങളായിട്ടും സാക്ഷ്യം കൊടുക്കാനും ഇവരെ സാധിക്കുന്നുണ്ട്. അതുപോലെ ഇവർക്ക് ഞാൻ നൽകിയ ഇവൾ ഉപയോഗിച്ച് ഈ കുരിശൊക്കെ വെച്ച് ഇവർ രോഗം വരുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുമ്പം ഇവർക്കത് സൗഖ്യം കിട്ടിയതായിട്ട് ഇവർ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ അനുമോളുടെ അനിയത്തിയുടെ ആദ്യ കുർബാന ഈ മരണത്തോട് ചേർന്നുള്ള ദിവസങ്ങൾ മെയ് 5-നായിരുന്നു മെയ് 6-നായിരുന്നു പള്ളിയിൽ ആദ്യ കുർബാന നിശ്ചയിച്ചിരുന്ന ദിവസം. അപ്പോൾ മെയ് 4 രാത്രി മെയ് 5 വെളുപ്പായിട്ടാണ് ഇവൾ മരിക്കുന്നത്. അപ്പോൾ ഇവൾ ആ മെയ് 5 തന്നെ അന്ന് മൃതസംസ്കാര ശുശ്രൂഷകൾ അന്ന് ഉച്ച കഴിഞ്ഞ് തന്നെയാണ് നടത്തിയത്. അപ്പോൾ ഇവളുടെ വീട്ടിൽ ഇവർ ആദ്യ കുർബാന മാറ്റി വെക്കാൻ ഇവർ തീരുമാനമെടുത്തായിരുന്നു. അപ്പോൾ ഞാനാണ് അവരെ നിർബന്ധിച്ചത്. എന്നുവെച്ചാൽ ഇവൾ വിശുദ്ധ കുർബാനയെ അത്രയധികം സ്നേഹിച്ച ഇവളുടെ അനുജത്തിയും വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെ വരണമെന്ന് ഇവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇവളാണ് അവളെ വേദപാഠം പഠിപ്പിച്ചതും ഉച്ച കഴിഞ്ഞ് ആശുപത്രി ചെന്നിരിക്കുമ്പോൾ ഇവളാണ് അവളെ വേദപാഠം പഠിപ്പിച്ചതും ഓരോ കാര്യങ്ങൾ, നമസ്കാരങ്ങൾ, അതുപോലെ കുർബാനയ്ക്കായിട്ട് ഒരുക്കിയതിൽ ഒരു നല്ല പങ്ക് അനുമോൾക്കുണ്ട്. അപ്പോൾ അവൾ അത്രയധികം ആഗ്രഹിച്ച കാര്യമാണ്. അപ്പോൾ ഈശോയിൽ ഒന്നാകുക എന്നുള്ളത്. അപ്പോൾ അത് മാറ്റി വെക്കുക എന്നുള്ളത് അല്ല കാര്യമെന്ന് ഞാൻ പറഞ്ഞു. മരണം ഇത് സാധാരണ ഒരു ദുഃഖമല്ല. അവൾ ഈശോയിൽ നിന്ന് വന്ന ഒരു മാലാഖയാണ്. ദൈവത്തിൻ്റെ മാലാഖയെ ദൈവം തിരിച്ചയച്ചു. അപ്പോൾ ആ മാലാഖ കാണിച്ചു തന്ന വഴിയിലൂടെ നിങ്ങളും പോകണ്ടേ എന്ന് പറഞ്ഞ്
ആ ഒരു ബോധ്യത്തിലാണ് അവർ വിശുദ്ധ കുർബാന ആദ്യ കുർബാന സ്വീകരണം ആ പിറ്റേ ദിവസം തന്നെ നടത്തിയത്. അതുപോലെ തന്നെ അനുമോളായിരുന്നപ്പോഴും ആശുപത്രിയിലായിരുന്ന സമയങ്ങളിൽ ഞാൻ ഇവൾക്ക് എഴുന്നേറ്റിരിക്കാൻ സാധിക്കുന്ന സമയങ്ങളിലൊക്കെ ചുമ്മാ ഇരിക്കല് വചനം എഴുതാൻ പറയുമായിരുന്നു. അപ്പോൾ ഇവൾ എഴുതാൻ പറ്റുന്ന രീതിക്ക് ഇവളുടെ കൈ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ആയിരുന്നു. പക്ഷേ ചില രോഗാവസ്ഥ വരുമ്പോൾ സ്വാധീനമൊക്കെ ഇച്ചിരി കുറഞ്ഞതുകൊണ്ട് എന്നാലും അവൾ പറ്റുന്ന സമയങ്ങളിൽ ഞാൻ കൊടുത്ത വചനങ്ങളും വായിക്കാൻ പറഞ്ഞതൊക്കെ എഴുതി വെക്കുകയും അതെന്നെ കാണിക്കുകയും എനിക്ക് തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നും അവളുടെ ആ ഓർമ്മകൾ എൻ്റെ കയ്യിൽ അത് സൂക്ഷിച്ചിട്ടുമുണ്ട്. ഇവളുടെ ഈ ഒരു വിശ്വാസാനുഭവങ്ങൾക്ക് സാക്ഷിയാകാൻ സാധിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് വലിയ ബോധ്യമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണെന്നും അവിടെ നിന്നാണ് മറ്റ് ഊർജ്ജങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതെന്നുള്ള ആ ബോധ്യത്തെ കൂടുതൽ ബലപ്പെടുത്തി തന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ വിശുദ്ധ കുർബാനയുടെ അനുഭവം സ്വന്തമാക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് വലിയ അത്ഭുതങ്ങളിലോട്ടോ അടയാളങ്ങളിലോട്ടോ അല്ല ഓടേണ്ടത്, ജീവിക്കുക എന്നുള്ളതാണ്. ഒരു സൗഹൃദം കൂടെ ആയിരിക്കുന്ന ബന്ധമായിട്ട് മാറുക എന്നുള്ള ആ ഒരു ബോധ്യം ഇന്ന് എനിക്ക് ഉറപ്പിച്ച് മറ്റുള്ളവരോട് പറയാനും എൻ്റെ ജീവിതത്തിൽ ജീവിക്കാനും എന്നെ ഉറപ്പിച്ച ഒരു കാര്യം ഇവളുടെ ജീവിതമാണ്. ആദ്യമൊക്കെ ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ അടയാളം എന്നുള്ളത് സൗഖ്യമാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അതിനും അപ്പുറം ഒരു ജീവിതം സഹനത്തിലൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം എൻ്റെ വിശ്വാസാനുഭവത്തിൽ എനിക്ക് ബലപ്പെടുത്തി തന്നൊരു കാര്യമാണ്. വിശുദ്ധ കുർബാനയുടെ ആ അനുഭവം ഇന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും അതിനുവേണ്ടി ഒരുങ്ങി അർപ്പിക്കാനും അതുപോലെ ആ ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുന്ന ആ സമയങ്ങൾക്ക് ഞാൻ വൈകുന്നേരങ്ങളിൽ മറ്റു പരിപാടികൾ പിടിക്കാറില്ല. എന്ന് ചോദിച്ചാൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. അത് രാവിലെയാണ് സ്വസ്ഥമായിട്ട് ആരും നമ്മളെ ശല്യപ്പെടുത്താതെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൂടുതൽ ഉറപ്പോടെ എനിക്ക് ചെയ്യാനും ഈ ബോധ്യം എന്ന് പലരോടും പറയാനുള്ള നമുക്ക് വേണ്ട കുറച്ച് ആത്മവിശ്വാസവും ധൈര്യവും ഈ ഒരു അനുഭവത്തിലൂടെ കിട്ടിയിട്ടുണ്ട്. അനുമോൾക്ക് ചില ദിവസം കൂടുതലായിരിക്കും, ചില ദിവസം കുറവായിരിക്കും. അപ്പോഴും കാണാൻ ഞാനും ഇടയ്ക്ക് ചെല്ലും. അപ്പോഴവൾ പറയും വളരെ സന്തോഷമാണ്, വേദനയൊക്കെയുണ്ട്. എങ്കിലും ആ വേദനകളെയെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു കുഞ്ഞിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. ഞാൻ ആദ്യ കുർബാന ക്ലാസ്സിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ചേച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പം അടിമാലിയിൽ നിന്ന് പ്രോൺശാലമ്മ പപ്പായെ വിളിച്ചു പറഞ്ഞു, ഞാൻ ആദ്യ കുർബാന സ്വീകരിക്കുമ്പം ചേച്ചിയുടെ അസുഖം മാറണേന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈശോയെ നാവ് വെച്ചുകൊണ്ട് തന്നെ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്നേരം ഈശോ സഹായിച്ചു തരുമെന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ തലേന്നാണ് ചേച്ചി സ്വർഗത്തിലേക്ക് പോയത്. അന്നേരം പിന്നെ പിറ്റേന്ന് ഞാൻ ചേച്ചി ഒരു വിശുദ്ധയാകണേന്ന് പ്രാർത്ഥിച്ചു. അനുമോളെക്കുറിച്ച് എൻ്റെ ചേച്ചിയാണ്. കുഞ്ഞിലെ മുതൽ ഞങ്ങൾ നല്ല കൂട്ടുകാരായിട്ട് വളർന്നതാണ്. എപ്പോഴും നല്ലൊരു മാതൃകയുള്ളൊരു ചേച്ചിയായിട്ട് തന്നെയാണ് വളർന്നു വന്നത്. ഞങ്ങൾ അങ്ങനെ ആശുപത്രിയിൽ കിടക്കുമ്പോഴാണെങ്കിൽ അവൾക്ക് അസുഖത്തെപ്പറ്റി ഒരു പേടിയില്ലായിരുന്നു. പിന്നെ അസുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയുണ്ടെങ്കിലും അവൾക്ക് അതിനെപ്പറ്റി ഒരു പേടിയില്ലായിരുന്നു. മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും അവളെ ഒക്കെ അവൾ കിടന്ന ആ ബെഡിൽ കിടന്നാലും ഞാൻ അവളെ സ്വപ്നം കാണും. സ്വപ്നത്തിലാണെങ്കിലും എപ്പോഴും നല്ല സ്നേഹത്തോടു കൂടെ ഞങ്ങൾ കളിച്ചിരിച്ച് നടക്കുന്നതാണ് സ്വപ്നം കാണാറുള്ളത്. പോയതിന് ശേഷം കുറച്ച് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടെന്ന് വെച്ചാൽ അവളൊരു തവണ സ്വപ്നത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട് പണിയും കാര്യമായിരുന്ന സമയത്താണ് അനു പോയത്. അപ്പോൾ ഒരു തവണ സ്വപ്നത്തിൽ വന്നിട്ട് വീട് പണിയുടെ കാര്യമൊക്കെ ചോദിച്ചിട്ട് ഞാൻ റൂമിൽ ഇരിക്കുന്നു, അങ്ങനെയൊക്കെ സ്വപ്നം കണ്ടേ. അപ്പോൾ അവൾ വന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പിന്നെ മുറിയെല്ലാം കാണാൻ വേണ്ടി പോയതായിട്ടാണ് സ്വപ്നത്തിൽ കണ്ടത്. പിന്നീട് പറയുവാണെങ്കിൽ ഒരു തവണ ക്രിസ്മസിന് അന്ന് രാത്രിയിൽ എനിക്ക് നേരിട്ടൊന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. അതായത് പള്ളിയുടെ സിറ്റ് ഔട്ടിൽ നിന്ന് ഞാൻ കുർബാന കൂടിയത്. അപ്പോൾ കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് എൻ്റെ ആൻറ്റി കുർബാന സ്വീകരിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ നോക്കി നിന്നപ്പോൾ ഒരു നമ്മുടെ പള്ളിയുടെ സൈഡിലായിട്ട് അനു നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടായിരുന്നു. അതിപ്പോൾ തോന്നലെന്ന് കുറേ തവണ കണ്ണൊക്കെ തിരുമ്പി നോക്കി, എങ്കിലും പിന്നെയും കണ്ടു. ഒരു കുറച്ച് കഴിയുമ്പോൾ പിന്നെയും മറഞ്ഞുപോയി, പിന്നെ കണ്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരു തവണ പിന്നെയും സ്വപ്നത്തിൽ കണ്ടു. ഓശനയാറിൻ്റെ അന്ന് ആൻറ്റി അവൾക്ക് വേണ്ടി ഒരു ഓല മേടിച്ച് കല്ലറ കൊണ്ട് വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം ഞാൻ അവളോട് പ്രാർത്ഥിക്കുമായിരുന്നു, ആൻറ്റി എന്നെ കൊണ്ട് ഓല മേടിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ ഒന്ന് എടുക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞു. അന്നപ്പോൾ വൈകുന്നേരം സ്വപ്നത്തിൽ വന്നവൾ. സ്വപ്നത്തിൽ ഓല അവളുടെ കയ്യിരിപ്പുണ്ടായിരുന്നു. ഓല കയ്യിരുന്നിട്ട് അവൾ ആരുടെ ഒരു കൈ പിടിച്ചിട്ടുണ്ട്. ആ ഒരു കൈ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ ആ തുണിയെന്ന് വെച്ചാൽ നമ്മുടെ കയ്യേക്കാൾ ഇത്രത്തോളം നീളത്തിൽ ഒരു വീതി ഉണ്ടായിരുന്നു. ആ തുണിക്കൊക്കെ ഒരു ചാരമല്ല വെള്ള അല്ലെന്നോളത്തെ ഒരു കളറായിരുന്നു അന്ന് അവസാനമായിട്ട് കണ്ടത്.